ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ MP ജാക്സൺ നമ്മളോടൊപ്പം ഉണ്ട്. സിറ്റി ന്യൂസിന് വേണ്ടി തൻ്റെ വികസന കാഴ്ചപ്പാടുകളും പുതിയ ദൗത്യത്തെക്കുറിച്ചും ശ്രീ MP ജാക്സൺ നമ്മളോടിപ്പോൾ സംസാരിക്കും. ജാക്സേട്ടാ, സ്വാഗതം. നമസ്കാരം. അപ്പം വീണ്ടും ഒരു മൂന്നാം ഊഴത്തിലേക്ക് വന്നിരിക്കുകയാണ്. കൗൺസിലറായിട്ടത് നാലാം ഊഴമാണ്. ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരു തവണ പ്രതിപക്ഷ നേതാവായും പിന്നെ മൂന്നാമത്തെ തവണ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്താണ് പുതിയ വികസന കാഴ്ചപ്പാട്? നഗരസഭയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളാണെന്ന് എനിക്കറിയാം. ഒരുപാട് സ്വപ്നങ്ങളെക്കുറിച്ച് പണ്ട് പങ്കുവച്ചിട്ടുണ്ട്. ഈ പുതിയ കാഴ്ചപ്പാട് എന്താ? ഞാൻ 1988 നഗരസഭാ ചെയർമാനാകുമ്പോൾ അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായി പ്രവർത്തിക്കാനായിട്ട് അധികാരങ്ങളുണ്ടായിരുന്നില്ല. അന്ന് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നടപ്പാക്കാത്തതുകൊണ്ട് 20,000 രൂപയിലും കൂടുതൽ ചെലവഴിക്കണമെങ്കിൽ മുനിസിപ്പൽ ഡയറക്ടറുടെ അനുമതി വാങ്ങേണ്ട ഒരു കാലഘട്ടത്തിൽ മുനിസിപ്പൽ ചെയർമാനാവാനായിട്ട് സാധിച്ച ആളാണ്. അന്ന് ഇന്നുള്ള ജനാധിപത്യ അവകാശങ്ങളൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഒരു കൗൺസിൽ വെറും ഇംപ്ലിമെൻറ്റിങ് അതോറിറ്റി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു പ്രവർത്തനം നടത്താനായിട്ട് അന്ന് സാധിച്ചിരുന്നില്ല. പക്ഷേ ആ കാലത്ത് കേരളത്തിലെ നഗരസഭകൾ ആരും ഒരു ടൗൺ ഹാളിനെ കുറിച്ച് ചിന്തിക്കാത്ത കാലമായിരുന്നു. തൃശ്ശൂർ PWD ടൗൺ ഹാളുണ്ട്. ഒരു നഗരസഭകൾക്ക് സ്വന്തമായിട്ട് ടൗൺ ഹാളുകളെ കുറിച്ച് ആലോചിക്കാനായിട്ട് അന്ന് അങ്ങനത്തെ ഒരു കൺസേൺ ഇല്ല. ഇന്ന് കൺവെൻഷൻ സെൻ്ററുകളെ പോലെയുള്ള ഒരു കൺസേൺ ഇല്ലാത്ത കാലത്ത് നമ്മുടെ നഗരസഭയിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് ഒരു ടൗൺ ഹാൾ നിർമ്മിക്കണമെന്ന് തീരുമാനിച്ച് അതിൻ്റെ തറക്കല്ലിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ ആ 2 കൊല്ലം കാലം കൊണ്ട് എനിക്ക് സാധിച്ചത് എൻ്റെ വലിയൊരു എക്സ്പീരിയൻസാണ്. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, നമുക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ഏത് പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ലഭിച്ചത് ആ 80-90 കാലഘട്ടത്തിൽ ശ്രീ മാധവനായിരുന്നു മുനിസിപ്പൽ IAS ആയിരുന്നു മുനിസിപ്പൽ ഡയറക്ടർ. അദ്ദേഹം പറപ്പുകരക്കാരനാണ്. അതിൻ്റെ ഒരു സഹായം കൂടി കിട്ടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിച്ചു. അതും ടൗണിൻ്റെ കണ്ണായ സ്ഥലത്ത് അത് നിർവഹിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു ഊർജ്ജം വളരെ വലുതാണ്. അതെനിക്ക് രണ്ടാമത്തെ തവണ 2005-2010 5 കൊല്ലക്കാലം മുനിസിപ്പൽ ചെയർമാനായപ്പോൾ ഇന്ന് കാണുന്ന ആധുനിക രീതിയിലുള്ള മുനിസിപ്പൽ ഓഫീസ് മന്ദിരം നിർമ്മിക്കാൻ, അന്ന് പുറത്തുശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ചൊരു ചർച്ച പോലും നടക്കാത്ത കാലഘട്ടത്തിൽ അത് സംഭവിക്കാവുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് 50 ആളുകൾക്ക് യോഗം ചേരാവുന്ന ഒരു ഹാളടക്കം നിർമ്മിക്കാനായിട്ട് അന്ന് ഒരു കാഴ്ചപ്പാട് ഉണ്ടായത് ഇന്നത് വളരെ ഉപകാരപ്രദമായി. അതല്ലെങ്കിൽ പുറത്തുശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൂടിച്ചേർന്നെങ്കിൽ മൈതാനത്ത് പന്തലിട്ട് മീറ്റിംഗ് നടത്തേണ്ട ഒരു സ്ഥിതി അന്ന് വരുമായിരുന്നു. അതില്ലാതെ മനോഹരമായൊരു ഇത് പണിയാനായിട്ട് സാധിച്ചു. ഞാനന്ന് ഇരിങ്ങാലക്കുടയിലെ സ്ലോട്ടർ ഹൗസിൻ്റെ നിർമ്മാണം അത് പൂർത്തിയാക്കാനായിട്ട് പുതിയ സ്ലോട്ടർ ഹൗസ് നിർമ്മിച്ച് പിന്നീട് ഇത് പൊളിച്ച് ശുചിത്വ മിഷൻ്റെ നിർദ്ദേശപ്രകാരം പൊളിച്ച് നീക്കം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഈവനിങ് മാർക്കറ്റ് നമ്മുടെ ബസ് സ്റ്റാൻഡിനോടനുബന്ധമായിട്ടുണ്ടായിരുന്ന തെരുവോര കച്ചവടക്കാരെ പൂർണ്ണമായും പുനരുദ്ധരിപ്പിക്കാൻ നടയിൽ തന്നെ ഈവനിങ് മാർക്കറ്റ് ആരംഭിച്ച് ഇവർ മുഴുവൻ അവിടെ പുനരുദ്ധരിപ്പിച്ചു. ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി അവരെയൊക്കെ ഒഴിവാക്കി അവരെ പെരുവഴിയാക്കി എന്നുള്ളതൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ പൂതംകുളം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത് എൻ്റെ കാലഘട്ടത്തിലാണ്. നമ്മുടെ തെരുവുകളിൽ മുഴുവൻ സോഡിയം പേപ്പർ ലാമ്പ്, ടൗണിൻ്റെ അതിർത്തി മുതൽ പട്ടണത്തിൻ്റെ എല്ലാ റോഡുകളിലും സോഡിയം പേപ്പർ ലാമ്പ്. അന്ന് വേണമെങ്കിൽ സോഡിയം പേപ്പർ ലാമ്പ് ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിക്കുക, അവിടെ ലൈറ്റ് കിട്ടും. പക്ഷെ നമ്മളത് സൗന്ദര്യവൽക്കരണത്തിൻ്റെ കൂടി ഭാഗമായി സെപ്പറേറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ച് ഈ പട്ടണത്തിൽ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും നമ്മൾ 4 അതിർത്തികളിൽ നിന്ന് വരുന്ന റോഡുകളിലും സോഡിയം പേപ്പർ ലാമ്പ് സ്ഥാപിച്ച് നമ്മുടെ നഗരത്തിനെ ഒരു സൗന്ദര്യവൽക്കരിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. 88 നമ്മുടെ ദീർഘകാലമായി PSNുമായിട്ട് കേസായിരുന്നു. നടയിലെ ബസ് സ്റ്റാൻഡ് മന്ദിരത്തിനോടനുബന്ധമായി വളരെയേറെ കേസുകളുണ്ടായിരുന്നു. ഒരു അഡ്വക്കേറ്റ് അടക്കം കേസ് നടത്തിയിരുന്ന കാലഘട്ടത്തിൽ അത് ഒഴിച്ചെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വലിയ തോതിൽ അനുഭവപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ നേരിട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ചേംബറിൽ പോയി അദ്ദേഹമായിട്ട് സംസാരിച്ചു. കേസ് ഏർലി പോസ്റ്റിംഗ് നടത്തി. ആ ഏർലി പോസ്റ്റിങ്ങിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മുനിസിപ്പൽ വക്കീൽ എന്നെ വിളിച്ചു പറയാണ് സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പോയി സ്റ്റേ മേടിക്കും. PSനെ പോലെയുള്ള ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് അത് ബുദ്ധിമുട്ടില്ലാന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് JCB അങ്ങനത്തെ ആധുനിക ഉപകരണങ്ങളൊന്നുമില്ല. പക്ഷെ അന്ന് രാത്രി ആ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ച് കളയാനായിട്ട് എടുത്തിട്ടുള്ളൊരു കൂട്ടായ്മയുണ്ട് ഞങ്ങളുടെ. അന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാ കെട്ടിടവും നേരം വെളുക്കുന്നപ്പോൾ പൊളിച്ചു. അന്ന് വക്കീൽ അവിടെ കമ്മീഷൻ വെച്ച് പിറ്റേ ദിവസം കമ്മീഷൻ വെച്ച് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ പോലീസ് കാവലിനെ പോലും മറികടന്ന് ആ വക്കീലിൻ്റെ കെട്ടിടക്കം പൊളിച്ചു കളഞ്ഞ്
ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചത് എൻ്റെ ആ ഭരണകാലഘട്ടത്തിലാണ്. അപ്പോൾ ഏത് പ്രവർത്തനവും ഒരുമിച്ച് നിന്ന് ഏറ്റെടുത്ത് നടത്താനായിട്ട് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു മുനിസിപ്പൽ ചെയർമാനായിരുന്നു 88 മുതലേ എൻ്റെ കാലഘട്ടത്തിൽ. ഇരിങ്ങാലക്കുടയുടെ വികസനത്തിൽ തീർച്ചയായിട്ടും അങ്ങയുടെ പിതാവ് ഉൾപ്പെടെ KL ഫ്രാൻസിസ്, KP ജോൺ, MC പോൾ, CR കേശവൻ വൈദ്യൻ, ഇവരായിരുന്നു ഇരിങ്ങാലക്കുടയുടെ ഒരു കാലഘട്ടത്തെ ഏറ്റവും വലിയ വികസന നായകന്മാർ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ MP ജാക്സൻ്റെ പേരാണ് എല്ലാവരും പറയുന്നത്. അങ്ങ് വീണ്ടും ചെയർമാനായിട്ട് എലക്ട് ചെയ്യപ്പെട്ടപ്പോൾ, ചെയർമാനായിട്ട് വീണ്ടും വരുമ്പോൾ ജനങ്ങൾക്ക് വലിയ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ബാക്കി വളരെ നെഗറ്റീവായിട്ടുള്ള കമൻസ് നഗരസഭയിൽ ഉണ്ടായിരുന്നിട്ടാണ് ഈ ഇലക്ഷനെ ഫേസ് ചെയ്തത്. പക്ഷേ അങ്ങ് മത്സരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും വികസനങ്ങളൊക്കെ സംഭവിക്കും, ഇരിങ്ങാലക്കുട ഇവിടെ മുഖച്ഛായ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള, ഇപ്പോൾ ടൗൺ ഹാളൊക്കെ അന്ന് പണിതു, ഓക്കെ, പക്ഷേ അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യേണ്ട സമയമൊക്കെ ആയില്ലേ? ടൗൺ ഹാളിനോടനുബന്ധിച്ച് ഒരു ഡൈനിങ് ഹാള് പണിയാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഡൈനിങ് ഹാള് പണിയാനായിട്ട് നമ്മുടെ പഴയ ഗോപാല മാസ്റ്റർ സ്ഥലം തരാനായിട്ട് സമ്മതിച്ചിരുന്നതായിരുന്നു. പക്ഷെ പിന്നീട് വന്ന കൗൺസിലിൽ വന്ന റോസ് വില്യംസും പ്രസിഡൻറ്റും ഒക്കെ ചെയർമാൻമാരായി വന്ന കാലഘട്ടത്തിൽ അവർക്കതിനൊരു നേതൃത്വപരമായിട്ട് അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ സാധിക്കാതെ പോയതാണ്. അതിന് അന്ന് ഗോപാല മാസ്റ്റർ രാജ ടീച്ചറുടെ സ്ഥലം കൂടി എടുത്ത് അവിടെ ഒരു ഡൈനിങ് ഹാള് നല്ല നിലയ്ക്ക് പണിയേണ്ടതായിരുന്നു. പക്ഷെ ഇവരുടെ ഈ സങ്കുചിത താല്പര്യം തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഹാൾ കൊണ്ട് അവസാനിക്കേണ്ടായിരുന്നു. ഡൈനിങ് ഹാൾ എന്നുള്ള പേരിൽ തൊട്ടടുത്തൊരു 100 ആൾക്ക് 150 ആൾക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഹോൾ പണിത് അവിടെ അവസാനിച്ചു. പിന്നീട് അത് ഫർദർ എക്സ്പാൻഷൻ ഉണ്ടായിട്ടില്ല. പിന്നീട് അതിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്കോ പ്രൂഫിങ്ങും ഇതൊക്കെ നടത്തി അതിനൊരു പച്ച പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടാക്കി എന്നുള്ളതല്ലാതെ അതിന് 41 ആളുടെ പേര് എഴുതി വെച്ചു. ആ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് 44 ആളുടെ പേര് എഴുതി വെച്ചതല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്തിട്ടില്ല. അതിലൊരു വലിയ ഫാൻ നമ്മുടെ പള്ളികളിലുള്ള പോലത്തെ ഒരു വലിയ നമ്മുടെ ഫാൻ വെച്ചു എന്നുള്ളതല്ലാതെ അത് എയർ കണ്ടീഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് കൺവെൻഷൻ സെൻ്ററുകളും മറ്റെല്ലാ ഹാളുകളും എയർ കണ്ടീഷനിലേക്ക് പോകല്ലേ. അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു കാർ AC ഇല്ലാത്തതുണ്ടോ? നമ്മുടെ അത്രമാത്രം കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ നാട്ടിൽ രാജ്യത്ത് മുഴുവൻ നടക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചൂടുകൾ ടൗൺ ഹാളിൽ നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ടൗൺ ഹാളിൻ്റെ പുറകിലായിട്ട് ഇപ്പം ഈവനിങ് മാർക്കറ്റ് ഇപ്പോൾ വർക്കിംഗ് അല്ലാതെ എടുക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ പഴയ അവിടെയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായിട്ടുള്ള പ്രപ്പോസൽ ഇവർ കൊണ്ടുവന്നിട്ടാണ് അവിടെ ഈവനിങ് മാർക്കറ്റ് ഒഴിവാക്കിയത്. ഞാൻ അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഞാനിപ്പോൾ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അതിൽ മുൻഗണന കൊടുക്കേണ്ടി വരിക നമ്മുടെ തകർന്നു കിടക്കുന്ന റോഡുകൾ, അമൃത പദ്ധതിയുടെ ഭാഗമായിട്ട് പൊളിക്കപ്പെട്ട റോഡ്, നമ്മുടെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ധാരാളം വലിയ വാഹനങ്ങൾ ഇതിലെ കടന്നു പോയപ്പോൾ നാശനഷ്ടമായിട്ടുള്ള റോഡുകൾ, KSTPയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ബൈപ്പാസ് ചെയ്ത് പോയതിൻ്റെ ഭാഗമായിട്ട് റോഡുകൾ നശിച്ചത്, ഇതിനൊക്കെ ആദ്യം മുൻഗണന കൊടുത്ത് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ ആ റോഡുകളിലേക്ക്, ഇപ്പോൾ അതിൻ്റെ ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ പണികൾ നടത്താൻ എന്താണ് അതിൻ്റെ നടപടികൾ എവിടെ വരെ ആയിട്ടുണ്ടെന്ന് മറ്റന്നാമത് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്ത് ഒരു മാസത്തിനുള്ളിൽ ആ വക പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാം. ഞാൻ ബൈപ്പാസ് റോഡ് ഞാനൊരു രാജപാതയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യഘട്ടത്തിൽ അതിൻ്റെ റിപ്പയറിങ് നടത്തി പിന്നെ അത് രാജപാതയാക്കാനായിട്ടുള്ള ഒരു പ്രപ്പോസലായിട്ട് അതൊരു നല്ല ഡാണാവിൽ നിന്നാൽ ബസ് സ്റ്റാൻഡ് കാണുന്ന രീതിയിൽ അവിടെ ഒരു ബെൽമൗത്ത് വേണം, അവിടെ നമുക്കൊരു ട്രാഫിക് ഐലൻഡ് വേണം, അവിടെ നമ്മുടെ കാട്ടൂർ റോഡ് ജംഗ്ഷൻ, അതിനവിടെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കേണ്ടി വരും. സഹകരിപ്പിച്ച് അവരെ കൂടി സഹകരിപ്പിച്ച് ഞാൻ ഈ ബൈപ്പാസ് റോഡ് പൂർണ്ണമായും പൊതുജന പങ്കാളിത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു അക്വിസിഷൻ നടപടി ഇല്ലാതെ മുഴുവൻ പൊതുജനങ്ങളിൽ നിന്ന് സൗജന്യമായി സ്ഥലം ഏറ്റുവാങ്ങി ഉണ്ടാക്കിയിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ പ്രകടനപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇരിങ്ങാലക്കുടയിൽ 50% റോഡുകൾ 5 മീറ്റർ വീതിയാക്കും. അതെൻ്റെ മനസ്സിലുള്ള പ്ലാൻ. ഈ 5 മീറ്റർ വീതിയാക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൽ നിന്ന് അവർക്ക് വാല്യൂ ആഡ് ചെയ്യുന്നത് എങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതും കൂടി ചിന്തിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് വാല്യൂ ആഡ് ചെയ്തിട്ടല്ല. നമ്മൾ 5 മീറ്റർ വീതിയാക്കുമ്പോൾ അവിടെ ഒരു വാല്യൂ അഡീഷൻ നടക്കും. റോഡിൻ്റെ വീതി അനുസരിച്ചിട്ട് അവിടെയുള്ള ആളുകൾക്ക് അത് അവർക്ക് കൈമാറി കൊടുക്കാനായിട്ട് അത് എങ്ങനെ നിയമം മൂലം പറ്റും. അവരുടെ ഓപ്പൺ സ്പേസിൽ കുറവ് ചെയ്ത് കൊടുത്തിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുന്നതിൽ ഇളവുകൾ ചെയ്ത് കൊടുത്തിട്ടൊക്കെ അവരെ കൂടി ഇതിൽ പങ്കാളികളാക്കുമ്പോൾ ആളുകൾ സഹകരിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ 5 മീറ്റർ വീതിയാക്കുമ്പോൾ ഇനിയിപ്പോൾ മൊബിലിറ്റി വലിയൊരു പ്രശ്നമാണ് നാട്ടിൽ. നമ്മുടെ നാഷണൽ ഹൈവേകളൊക്കെ 6 വരി പാത 8 വരി പാതയാക്കുന്നതിൻ്റെ കാരണം ഏറ്റവും വേഗതയിൽ സഞ്ചാരം നടത്തിയാലാണ്. ഇപ്പോൾ വാഹനങ്ങൾ അതുപോലെയായല്ലോ. പഴയ കാലത്തെ പോലെ 20 കിലോമീറ്റർ മിനിമം സ്പീഡും 40 കിലോമീറ്റർ മാക്സിമം സ്പീഡുള്ള വാഹനങ്ങളല്ല. 200 കിലോമീറ്റർ സ്പീഡിൽ പോകാവുന്ന നമ്മുടെ അന്തർദേശീയ പാതകളിൽ പോകുന്ന പോലത്തെ പാതകളാണ് നമ്മുടെ ദേശീയ പാതകൾ. അപ്പോൾ അതുകൊണ്ട് ഇനി മൊബിലിറ്റി വലിയ പ്രശ്നം. മൊബിലിറ്റി നന്നായി ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ടൂറിസം നന്നാവുള്ളൂ, നമ്മുടെ ട്രേഡുകൾ നന്നാവുള്ളൂ, നമ്മുടെ ഇൻഡസ്ട്രികൾ നന്നാവുള്ളൂ. അപ്പോൾ അതിനൊക്കെ നമ്മുടെ പ്രദേശത്ത് ഇവിടെ അതൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് നമ്മൾ സപ്പോർട്ട് കൊടുക്കാതിരുന്ന കാര്യമില്ല. അതിന് സപ്പോർട്ട് നമ്മൾ കൊടുക്കണം.
അതിനാണ് ഞാൻ 5 മീറ്ററിൻ്റെ ഒരു 50% നമ്മൾ ആദ്യഘട്ടത്തിൽ 50% റോഡുകളെങ്കിലും 5 മീറ്റർ വീതിയുള്ളതാക്കാനായിട്ട് അതിന് ഘട്ടമായിട്ട് നോക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ 3 മാസത്തിനുള്ളിൽ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, 6 മാസത്തിനുള്ളിൽ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ, ഒരു കൊല്ലത്തിനുള്ളിൽ ചെയ്യാവുന്നത്, അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. അത് 43 കൗൺസിലർമാരെയും ഞാൻ എൻ്റെ നോമിനേഷൻ കൊടുത്തതിന് ശേഷം പത്രക്കാരോട് പറഞ്ഞു, നമ്മളത് ഭിന്നിപ്പിച്ച് ഭരിക്കലല്ല, എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി ഭരിക്കില്ല. എല്ലാവരെയും വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഭരിക്കാനാണ്, അല്ലാതെ പ്രതിപക്ഷത്തിരിക്കാനല്ലോ അവർ തിരഞ്ഞെടുത്തില്ല, അവർ ഭരിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അവർക്ക് കൂടി ഭരണത്തിൽ പങ്കാളിത്തം കൊടുത്ത് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവർ പറയുന്ന കാര്യങ്ങൾ കൂടി പട്ടണത്തിൽ നടപ്പാവും. അതിന് മാനദണ്ഡങ്ങളുണ്ടാവും, പ്രിയോറിറ്റി ഉണ്ടാവും. ആ പ്രിയോറിറ്റി അനുസരിച്ച് നടപ്പാവുമെന്ന് അവരെ ബോധ്യപ്പെടുത്തി അത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും. ഞാൻ എൻ്റെ 2 കൗൺസിൽ കാലയളവിലും ഒരിക്കൽ പോലും ഒരു ഡിസെൻഡിങ് നോട്ടോ ഒരു വോട്ടെടുപ്പോ ഇല്ലാത്ത കൗൺസിലായിരുന്നില്ല. ഒരിക്കൽ പോലും ഒരാൾ പോലും എനിക്കൊരു വിയോജനക്കുറിപ്പ് എൻ്റെ 2 കൗൺസിൽ കാലഘട്ടത്തിൽ എഴുതിയിട്ടില്ല. ഒരിക്കൽ പോലും ഒരു വോട്ടെടുപ്പ് എൻ്റെ കൗൺസിൽ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കം ഉന്നയിച്ചിട്ട് വോട്ടിടണം എന്നൊരാൾ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും യോജിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് എനിക്ക് അന്ന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഏത് പ്രവർത്തന മേഖല പരിശോധിച്ചാലും ഞാൻ പല ബോർഡിൽ മെമ്പറായിട്ടിരിക്കുന്നതാണ്, ഒരു ബോർഡിലും അങ്ങനെ ഒരു പരസ്പരം ഒരു വിശ്വാസക്കുറവ് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് മുനിസിപ്പൽ ഭരണത്തിലായാലും മറ്റ് ഭരണ സമിതികളിലായാലും ഒക്കെ തന്നെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ ഒരു കൊടുക്കുന്ന ട്രസ്റ്റ് അത്രയാണ്, അത് വലിയ ട്രസ്റ്റ് അവർക്ക് കൊടുക്കണം. എന്നെ സംബന്ധിച്ച് എന്നിൽ അവർക്കുള്ള വിശ്വാസം വളരെ വലുതാണ്. ഞാനൊരു ലീഡർ എന്ന് എൻ്റെ മനസ്സിലുള്ള സങ്കല്പം വെറുതെ നമ്മൾ ലീഡർ എന്ന് വിളിക്കലല്ല, മറ്റുള്ളവർക്ക് അംഗീകരിക്കാവുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഞാനൊരു ലീഡറാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നതിൻ്റെ കാരണം. മറ്റുള്ളവർ അംഗീകരിക്കണം, അല്ലാതെ ഞാനൊരു തീരുമാനം എടുത്ത് ഭൂരിപക്ഷം ന്യൂനപക്ഷം നടപ്പാക്കലല്ല. ഞാനെടുക്കുന്ന തീരുമാനം എൻ്റെ കൂടെയുള്ളവരെ അംഗീകരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നു, അവരത് ഒരു എതിർപ്പുമില്ലാതെ അംഗീകരിക്കുന്നു എന്നുള്ള നിലയിൽ തീരുമാനം എടുക്കാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ഒരു ലീഡർഷിപ്പിന് എനിക്ക് വിശ്വാസം വരുന്നത്. അത് വലിയൊരു ആത്മവിശ്വാസം എനിക്ക്, അത് ആ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനും പെട്ടെന്ന് ചെയ്യാനും സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഇവിടെ തെരുവ് നായകളുടെ വലിയ പ്രശ്നമുണ്ട്, അത് ആനിമൽ ബർത്ത് കൺട്രോൾ കൊണ്ട് പരിഹരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത് ബന്ധീകരിച്ച് വീണ്ടും തെരുവിലേക്ക് വിട്ട് അത് വീണ്ടും അത് ജനങ്ങൾക്ക് ഉപദ്രവമായിട്ട് വരുന്നൊരു സ്ഥിതി. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചിട്ടില്ല. പക്ഷെ പല സ്ഥലത്തും ഷെൽട്ടറുകൾ ഉണ്ടാക്കി നടപ്പാക്കാനായിട്ടുള്ള ശ്രമം ആരംഭിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിൽ ആദ്യം ആ തലത്തിലേക്ക് പോകണം. എതിർപ്പൊക്കെ ഉണ്ടാവും, ഞാൻ മൃഗസ്നേഹികളുടെ എതിർപ്പ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് ആദ്യം നടപ്പാക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവർക്ക് അവിടെ അവസരം കൊടുക്കാം, അവർക്ക് ആർക്ക് വേണമെങ്കിൽ അവിടെ പോകാം, അവരെ മൃഗങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാം, അവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഭക്ഷണം കൊടുക്കാം, അതിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ അവർക്ക് കൊടുക്കാം. അങ്ങനെ ഒരു ഷെൽട്ടർ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തി നഗരസഭയുടെ കുറുത്തുശ്ശേരിയിലും നമ്മുടെ ഈ ആസാദ് റോഡിൻ്റെ എൻഡിലും 2 സ്ഥലം കിടക്കുന്നുണ്ട്. എവിടെയാണ് അനുയോജ്യമായിട്ടുള്ള സ്ഥലമെന്ന് കണ്ടെത്തി, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തൽക്കാലം കുറച്ച് നമ്മുടെ മുനിസിപ്പൽ ഏരിയയിൽ അല്ലെങ്കിൽ ഇതിനെ പുറത്ത് പോയി ഏതെങ്കിലും സ്ഥലം വാടകയ്ക്ക് എടുത്ത് നമ്മൾ ചുറ്റും മതിൽ കെട്ടി അതിനെ സംരക്ഷിച്ച് തെരുവുനായകൾ പുറത്തു പോകാത്ത രീതിയിൽ അവരെ ഷെൽട്ടറിൽ തെരുവുനായകളെ താമസിപ്പിക്കണമെന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ വന്ധീകരിച്ച് തുറന്നു വിട്ടിട്ട് ഒരു കാര്യമില്ല. നാട്ടിൽ വളരെ നീടായിട്ടുള്ള ഒരു ആവശ്യമാണ് അത്. പുറത്തിറങ്ങി നടക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല. വഴിനീളെ തെരുവുനായ്ക്കളാണ്. ഇപ്പോൾ മോർണിംഗ് വാക്ക് ആളുകളുടെ അവസാനിച്ചു, ഈവനിങ് വാക്കിന് ആൾക്കാർക്ക് പോകാൻ ധൈര്യമില്ല, വീട്ടുമുറ്റത്ത് നടന്ന് അവസാനിക്കുക. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ റോഡുകളുടെ കാര്യത്തിൽ ഉണ്ടാവണം. നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ വീർപ്പ് മുട്ടുക, ഇപ്പോൾ നട ജംഗ്ഷൻ ട്രാഫിക്കിൻ്റെ വലിയ കുരുക്ക. എന്തെങ്കിലും ഒരു 2 വിശേഷ ദിവസം ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കാലം അവിടെ ട്രാഫിക് കുരുക്കുക. അപ്പോൾ ക്രിസ്മസായി ഒരാഴ്ചയിൽ ട്രാഫിക് കുരുക്കുക. അപ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് മന്ദിരം പൊളിച്ച് കളയണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊന്ന് കാലപ്പഴക്കമായി, ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ഏകദേശം കാലപ്പഴക്കത്തിനായി. കഴിഞ്ഞ അതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു അപ്പോഴേക്കും ഹൈക്കോടതി എന്തോ സ്റ്റേ വന്നു, അവർ പോയി കോടതി പോയി സ്റ്റേ മേടിച്ചു. ഇപ്പോൾ ഞാൻ അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ അവർക്ക് നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരോട് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക, ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുടെ സമയത്ത് അവർക്ക് പുനരധിവസിപ്പിക്കാം. അതിനു മുമ്പ് ഒഴിഞ്ഞു തരണം, അവരെ നമ്മൾ പുനരധിവസിപ്പിക്കുക. അവർക്ക് സ്ഥലം കൊടുക്കില്ല എന്ന് പറയില്ല. കാരണം നാമമാത്രമായ കടകളല്ലേ ഉള്ളൂ, അല്ലേ ഉള്ളൂ, കടകൾ കുറച്ചേ ഉള്ളൂ, പിന്നെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ESI പോലുള്ള ഓഫീസുകളുള്ളൂ. പിന്നെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, ബസ് സ്റ്റാൻഡ് മന്ദിരത്തിന് വേണ്ടി സ്ഥലങ്ങൾ ഒഴിവാക്കി എല്ലാവരെയും പുനരധിവസിച്ചിട്ടുണ്ട്. ഒരാളെ പോലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, എല്ലാ ആളുകളെയും പുനരധിവസിച്ചിട്ടുള്ളതാണ്. അത് അന്നത്തെ റീസണബിൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ നിന്ന് അമിതമായിട്ട് ഇപ്പോൾ ഇവിടെ ഡാണാവലി പള്ളിക്കാർ പറയുന്നത് ഇന്നത്തെ വാടകയാണ്, പഴയതിൻ്റെ ഒരു ബേസിസിലല്ല അവർ പറയണത്. പക്ഷെ നമ്മളിവിടെ ചെയ്തത് പഴയതിൻ്റെ ബേസിസിൽ അതിന് ഒരു ആനുവാലിറ്റി കണക്കാക്കിയിട്ടാണ് നമ്മളൊന്ന് വാടക നിശ്ചയിച്ചത്.
അതുപോലെ ഇപ്പോഴും ചെയ്യാനായിട്ട് നമുക്ക് തടസ്സമില്ല. ഇവിടെ പണിയുന്ന കെട്ടിടത്തിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്ത് അവരവിടെ പുനരുദ്ധരിപ്പിക്കാം. പക്ഷെ അതിന് മുമ്പ് ഒരു ഒഴിഞ്ഞു തരണം എനിക്ക് ഇത് പൊളിക്കാൻ. അത് പൊളിച്ചാൽ തന്നെ ഒരു കുപ്പിക്കഴുത്ത് പോലത്തുള്ള പ്രശ്നം മാറി കിട്ടും. അവിടുത്തെ അത് മാറി അവിടെ ആവശ്യമായിട്ടുള്ള ബസ് ബേ മാത്രം അവിടെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ബാക്കിയുള്ള ഓപ്പൺ സ്പേസ് കൊടുക്കാം നമുക്ക് അവിടെ. പിന്നെ അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ സ്ഥലം നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കയ്യിലാണ്. അത് ഞാനന്ന് ഏറ്റെടുക്കാൻ വേണ്ടി റവന്യൂ വകുപ്പിൽ എല്ലാ ശ്രമം നടത്തിയപ്പോഴാണ് അന്ന് ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നപ്പോൾ അവരത് അവിടെ വനിതാ സംരംഭം ആരംഭിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങി. ഇപ്പോൾ മിനിസ്റ്റർ എന്തോ അവിടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്താ ആരംഭിക്കണമെന്ന് പറഞ്ഞ് അവിടെ പിടിക്കണമെന്ന് പറഞ്ഞ് അവിടെ കേസായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് പരിശോധിച്ച് എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് സ്ഥലം കിട്ടിയ നമ്മുടെ നഗരസഭയുടെ അകത്ത് 2 ഇൻഡസ്ട്രിയൽ സ്പേസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് അവിടെ ഫ്ലാറ്റ് പണിയാനായിട്ട് ഞാനന്ന് ഞാനുള്ള കാലത്ത് പണിതതാണ്, DPC അംഗീകാരം മേടിച്ച് പണിതതാണ്. ഇനി താണിശ്ശേരിയിൽ കിടക്കുന്നുണ്ട്. അവിടെ ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റില്ല, 11 kV ലൈനിന് നേരെ മുകളിൽ പോവുക. അപ്പോൾ അവിടെ തുടങ്ങാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. പ്രസിഡന്റ് അന്നുള്ള മേടിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ പ്രസിഡൻ്റെ കാലഘട്ടത്തിൽ മേടിച്ചതാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സ്കൂളിന് വേണമെങ്കിൽ അവിടേക്ക് അവർക്ക് തൽക്കാല ആവശ്യത്തിന് വേണമെങ്കിൽ അവിടേക്ക് ഇവിടെയുള്ള ആളുകളെ വേണമെങ്കിൽ അവിടേക്ക് സ്ഥലം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സ്ഥലം ഒഴിഞ്ഞു കിട്ടിയാൽ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ നമുക്ക് കുറേ കൂടി ഒരു മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പട്ടണത്തിന് നടുവല്ലേ. അപ്പോൾ അതിനോടനുബന്ധിച്ച് വേണമെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ പണിയാലും, ഇവിടെ റോഡിനോട് ചേർന്നല്ല അവിടെ വേണമെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാം നമുക്ക്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ നഗരസഭകളിൽ ഒന്നാണല്ലോ 1936 മറ്റോ ആണ് 36 ഇരിങ്ങാലക്കുട നഗരസഭ വരുന്നത്. പിന്നീട് ശേഷം വന്ന നഗരസഭകളിൽ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന നഗരസഭ, സുൽത്താൻ ബത്തേരി, അതെ, അതാണ് കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫിക്കേഷൻ ഉള്ള ഏറ്റവും സൗന്ദര്യവൽക്കരണം ഉള്ള നഗരസഭയായിട്ട് അറിയപ്പെടുന്നത്. അവിടെയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് ആ നഗരസഭ ചെയ്തേക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം? സൗന്ദര്യവൽക്കരണം ഞാൻ എൻ്റെ പ്രകടനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ പാർക്കുകളുടെ ലേഔട്ടൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട്. എത്രയോ കൊല്ലമായി കിടക്കുന്ന ലേഔട്ട്. നമ്മുടെ റിപ്പബ്ലിക് പാർക്ക്, നെഹ്റു പാർക്ക് ആയാലും നമ്മുടെ ഇപ്പോൾ കണ്ടേശ്വരത്ത് വേണമെങ്കിൽ ഒരു പാർക്ക് വേണമെങ്കിൽ നിർമ്മിക്കാം. നമ്മുടെ അവിടെ ഒരു ചെറിയ പാർക്ക്, മിനി പാർക്കുണ്ട്, കുട്ടികൾക്ക് കളിക്കാനൊക്കെ സൗകര്യം, ഓപ്പൺ ജിമ്മൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ അവിടെ ചെയ്യാം. നമ്മുടെ കണ്ടാരന്തറയിൽ വേണമെങ്കിൽ പുറത്തുശ്ശേരിയിൽ വേണമെങ്കിൽ അവിടെ സ്പേസ് ഉണ്ട്. അവിടെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് നോക്കി കളിസ്ഥലവും അതിനോടനുബന്ധമായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ പാർക്ക് ഉണ്ടാക്കി വയ്ക്കാനും പറ്റും. എങ്ങനെ എല്ലാ വാർഡിലും ഓരോ ചെറിയ മിനി പാർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു മനസ്സിലുണ്ട്. എന്താ കാരണം വെച്ചാൽ സിബി പറഞ്ഞ പോലെ ഒരു സൗന്ദര്യ സങ്കല്പം കൂടി വേണം. ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് ശുചിത്വത്തിലെ അവാർഡുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. കാരണം ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നഗരസഭ കുറേ കാര്യങ്ങൾ ഫലപ്രദമായിട്ട് ചെയ്തിട്ടുള്ള നഗരസഭ. ഒന്ന്, അവർക്ക് വീടുകളിലെ ഉറവിട മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉറവിടത്തിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന് ചെറിയ മിനി പ്ലാന്റുകൾ കൊടുക്കാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ബയോ പ്ലാന്റുകൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കുറേ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ബയോ മൈനിങ് നടത്തി അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റുകൾ അവിടെ നിന്ന് നീക്കം ചെയ്തു. അപ്പോൾ കുറേ കൂടി ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് നമ്മുടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിനെ മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇനി അത് യൂട്ടിലൈസ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കേണ്ടി വരും. ബയോ മൈനിങ് കഴിഞ്ഞാൽ അത് ക്യാപ്പ് ചെയ്തിട്ടുണ്ടാവും. ക്യാപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് അവരായിട്ട് സംസാരിച്ചിട്ട് വേണ്ടി വരും. 7 മീറ്റർ താത്തിണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. നമ്മൾ നോക്കി അവിടെ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അവിടെ പരിശോധിക്കേണ്ടതായിട്ട് വരും നമുക്ക്. ഞാൻ 7 മീറ്റർ എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി 3 മീറ്റർ കൊണ്ട് താത്തി കഴിഞ്ഞാൽ ഈ പട്ടികളുടെ ഷെൽട്ടർ അതിൻ്റെ ഉള്ളിലാക്കാലോ ഒന്ന്. 20 അടി താഴ്ചിട്ടല്ലോ, മുകളിൽ നെറ്റ് ഇട്ടാൽ മതിയല്ലോ. വളരെ സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നോളൂ. ഈ സാധനം ഇറങ്ങി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ വലിയ കാശലവില്ല എന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അത് എങ്ങനെ നോക്കാം, അതിൻ്റെ സാങ്കേതിക വശങ്ങൾ നോക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എങ്ങനെ പറ്റുമെന്ന് നോക്കണം. പിന്നെ അറവശാല കുറെ കാലങ്ങളായിട്ട് പറഞ്ഞത്, അറവശാലയും സ്ലോട്ടർ ഹൗസ്, അത് കുറെ കാലങ്ങളായിട്ട് പറഞ്ഞു. അറവശാല ശുചിത്വ മിഷൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയത് 29 കോടിയുടെയാണ്. അതിൻ്റെ ഒരു DPR തയ്യാറാക്കാൻ അഡ്വാൻസ് 12 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ ഇപ്പോൾ പുറത്തുശ്ശേരി കൂടി ചേരുമ്പോൾ കൂടി ഒരു ദിവസം ഉപയോഗിക്കുന്ന ഇത് എത്ര ആടുകളാണ് എത്ര മാടുകളാണെന്നുള്ള കണക്കെടുക്കുമ്പോൾ വളരെ തുച്ഛമുള്ളൂ. അതിനുവേണ്ടി 29 കോടിയുടെ ഒരു പ്ലാന്റ് വേണമെന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. ഞാൻ അവരോട് അന്ന് പാർലമെൻറ്ററി പാർട്ടിയിൽ പറഞ്ഞതാണ്, നിങ്ങൾ വെറുതെ ശുചിത്വ മിഷൻ കാശ് തരുമെന്ന് പറഞ്ഞത് കാശ് നമ്മൾ പിന്നെ റീപേ ചെയ്യണ്ടേ, നിങ്ങൾ വെറുതെ ഭാരം ഏറ്റെടുക്കണ്ടെന്ന് അന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവർ ശുചിത്വ മിഷൻ്റെ പദ്ധതിയാണ്. ശുചിത്വ മിഷൻ എന്ന് പറയുന്നത് ഇതുപോലെ പദ്ധതി ഉണ്ടാക്കി ഈ DPRും മറ്റേതായിട്ട് അവസാനിക്കില്ല, അല്ലാതെ അത് പൂർണ്ണമാണെന്ന് അവർക്ക് ചിന്തയില്ല. അപ്പം നമ്മുടെ ആവശ്യത്തിന് ആ നിലവിലുള്ള സ്ലോട്ടർ ഹൗസിൻ്റെ ഇപ്പോൾ വെള്ളം ലീക്ക് ചെയ്ത് അയൽക്കാർക്ക് പരാതി വന്നിട്ടാണ് പ്രശ്നം ഉണ്ടായത്. അതിന് എത്രയോ മെത്തേഡുണ്ട് വാട്ടർ പ്രൂഫിങ്ങിന്. പഴയ കാലത്തെ പോലെ അല്ലല്ലോ. വാട്ടർ പ്രൂഫിങ്ങിന് വേണമെങ്കിൽ അവിടെ ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് അതിൽ വാട്ടർ പ്രൂഫിങ് നടത്തി വെള്ളം പുറത്തേക്ക് ലീക്ക് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തി അതിൻ്റെ ഉള്ളിൽ ആവശ്യമായിട്ടുള്ള ഡ്രെയിനേജ് സൗകര്യം ഉണ്ടാക്കി വെള്ളം ബഹിർഗമനവും നിർഗമനവും ശരിയാക്കി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രശ്നം തീർന്നോടെ.
എന്നിട്ട് അവിടെ നമുക്ക് ആവശ്യമുള്ള 60 നടക്കലോ വേണ്ടോ, അല്ല 29 കോടിയുടെ ഇത് അതിനെ ഫ്രീ ആയിട്ട് കൊടുക്കാം. ആ കാശുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഫ്രീ മാംസം വേറെ എവിടെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ അത് പുനഃപരിശോധിക്കേണ്ടി വരും. ഈ 12 ലക്ഷം കൊടുത്തതിന് ബാക്കി അഡ്വാൻസ് ബാലൻസ് കൊടുക്കാണ്ടെന്ന് പറയേണ്ടി വരും. പത്രക്കാരനോട് പറഞ്ഞ് അതിൻ്റെ ബാലൻസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചതിനോട് ഏതൊരു ദിവസം. അപ്പോൾ അത് ചില പ്രോജക്റ്റുകൾ ഇതുപോലെ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇവർ ഏറ്റെടുക്കുക. ഓരോ മീറ്റിങ്ങിൽ എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ പറയേണ്ടാവുക ഗവൺമെൻറ് സെക്രട്ടറിയാവും, അല്ലെങ്കിൽ ഡയറക്ടറാവും, നമ്മുടെ മുനിസിപ്പൽ ഡയറക്ടർ പറയേണ്ടാവും. അപ്പോൾ അവർ ഏറ്റെടുക്കുകയാണ്. ഇത് നമ്മുടെ സാഹചര്യങ്ങൾക്ക് ആവശ്യമുള്ളതാണോ, ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എന്താ ഗുണം എന്ന് പഠിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് പലപ്പോഴും ഇവർക്ക് ഉണ്ടാവണില്ല. ഇവർ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് സമയമില്ലല്ലോ, ഒരു കൊല്ലം ഒന്നര കൊല്ലം എന്താ പഠിക്കണേ ചോദിക്കണേ. ശരിയായിരിക്കും, ഞാൻ ഇല്ലയെന്ന് പറയില്ല. കാലാവധി കുറവുള്ള കാരണം കൊണ്ട് അത്രയ്ക്കല്ലേ ചിന്തിക്കണ്ടോ, 5 കൊല്ലത്തേക്ക് ചിന്തിക്കണ്ടോ എന്നുള്ളത് കൊണ്ടായിരിക്കാൻ വേണമെങ്കിൽ. ജാക്സനെ സംബന്ധിച്ച് ഇനി അങ്ങനെ ഒരു ഡിവിഷൻ്റെ കാര്യമില്ലല്ലോ, 5 കൊല്ലം കിടക്കുമല്ലേ. അല്ല, നമുക്ക് ചിന്തിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞാൽ അതുകൊണ്ടാണെന്ന് അവർ പറയും, ചോദിക്കുമ്പോൾ പറയുന്നത് അവർക്ക് ഞങ്ങൾക്ക് സമയമില്ലല്ലോ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമ്മുടെ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, അല്ല മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് കുറച്ചും കൂടി നന്നാക്കണം. അപ്പോൾ ഫിഷ് മാർക്കറ്റ് ആരംഭിച്ചു, പക്ഷെ അത് ശരിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്ന്, ഫിഷ് മാർക്കറ്റിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതി അവലംബിക്കാൻ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും അതിന് സഹായകമായിട്ട് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് അതിന് നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു വരുമാനം കണ്ടെത്തണമെങ്കിൽ ആ വരുമാനം ഒരു സ്ഥായിയായിട്ടുള്ള വരുമാനമാണെങ്കിൽ തുടക്കത്തിൽ വിട്ടുവീഴ്ച വേണ്ടി വരും. അല്ല തുടക്കത്തിൽ തന്നെ വലിയൊരു റേറ്റ് നിശ്ചയിച്ച് അതിൻ്റെ ഫിക്സഡ് ചാർജ് വലിയൊരു തുക നിശ്ചയിച്ച് ഒരാളിന് അകത്തേക്ക് കടന്നു വരില്ല. അവനെ ഇവിടെ കൊണ്ടുവന്ന് അവനൊരു ബിസിനസ് ഉണ്ടാക്കിയാൽ ഇത്ര വരെ അവന് പോകാമെന്ന് അവനെ ബോധ്യപ്പെടുത്തി കുറച്ച് കഴിയുമ്പോൾ അതിനെ കൂട്ടി കൊണ്ടുവന്നാലേ കിട്ടുള്ളൂ. അത് ഇവർക്ക് മനസ്സിലാവണില്ല. ഇവർ ഒരു PWD റേറ്റ് പോലെ റേറ്റൊക്കെ നിശ്ചയിച്ച് 5 ലക്ഷം ഡെപ്പോസിറ്റ്, 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്തോരം മീൻ വിൽക്കും ഒരു ദിവസം? എത്ര മീൻ വിറ്റാലും മുതലാവും 5 ലക്ഷം. 5 ലക്ഷം വായ്പ എടുത്ത ഒരാൾ മീൻ കച്ചവടത്തിന് വന്നാൽ എത്ര കാശ് ഒരു ദിവസം മീൻ വിൽക്കണം? അതിന് ലാഭം കിട്ടിയിട്ട് വേണ്ടതിൻ്റെ വായ്പ അടയ്ക്കാൻ. ഇതൊന്നും പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, സെക്രട്ടറിക്ക് മനസ്സിലാവില്ല. അതിൻ്റെ പ്രശ്നം ഞാൻ അന്ന് പറഞ്ഞതാണ്. നിങ്ങളതിന് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അത് കൊടുക്കാൻ വന്ന് പെട്ടിട്ട് പിന്നെ നമുക്ക് ആക്കാവുന്നവരെ ഇതിൻ്റെ അകത്ത് കയറി കിട്ടിയില്ലോ, പിന്നെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താലോ. നിനക്കിപ്പോൾ ഇത്ര ജിപ്പിനില്ലേ, നീ ഇപ്പോൾ ഒരു ദിവസം 100 കിലോ വെക്കണില്ലേ, അത് നിനക്ക് 5 രൂപ 500 രൂപയിലിടാ എന്ന് പറയാലോ, നിങ്ങൾക്ക് 50 രൂപ 5000 ആയില്ലേ എന്ന് പറഞ്ഞ് കുറേശ്ശെ കൂട്ടിക്കൊണ്ടിരാം. അതിന് ഷീലോട് ചെന്ന് ഇത്ര കാലം കിടന്ന് ഇപ്പോൾ ടേക്ക് എ ബ്രേക്ക് തുറന്നുണ്ടോ അടച്ചണമെന്ന് സംശയമാണ്. ഇതിനൊക്കെ ഇവരൊരു ബൈലോ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പഠനമില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന ഒരു ബൈലാകുമ്പോൾ പോകും അവർ. ഇവിടുത്തെ മുറികൾ പോകാത്തതിൻ്റെ കാരണം എന്താ? പല ഷോപ്പിംഗ് കോംപ്ലക്സിലും മുറികൾ പോകാത്തതിൻ്റെ കാരണം അതിന് റേറ്റ് നിശ്ചയിച്ചിട്ടുള്ളതിൻ്റെ അപര്യാപ്തതയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടി വരും. ആളുകൾ അഫോർഡബിൾ ആവണം. ഇവർക്ക് ബിസിനസ് അറിയില്ലല്ലോ, അവർക്ക് ഈ ഭരണാധികാരികൾക്ക് ബിസിനസ് അറിയില്ല. എനിക്കിതൊക്കെ അറിയുന്ന കാരണം കൊണ്ടുള്ള ഗുണമാണത്. അവർ കൂടി ഇതിൻ്റെ ഉള്ളിൽ നിന്നാലേ അത് കാര്യമുള്ളൂ നമുക്ക് അറിയണോണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എല്ലാവരും ചേർത്ത് പിടിക്കണമല്ലോ. അല്ല എങ്കിലേ നിൽക്കുള്ളൂ. അല്ലാണ്ട് ഇവർ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ വലിയ വാടകയെ നിശ്ചയിച്ച് എടുക്കാൻ ആളില്ലാണ്ട് വാടകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഇന്നാളെ അവരോട് ചോദിച്ചു, നിങ്ങൾ വനിതാ സംരംഭമാണെന്ന് പറഞ്ഞ് മുനിസിപ്പൽ ഓഫീസിൻ്റെ തൊട്ടൊരു കെട്ടിടം പണിതു. ആ മുനിസിപ്പൽ ഓഫീസിൻ്റെ എല്ലാ സൗന്ദര്യം അവിടെ പോയില്ലേ? അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടും സങ്കല്പത്തിലുള്ള വ്യത്യാസമാണ്. ഞാനെന്താന്ന് ചെയ്യാൻ ഇതൊക്കെ വനിതയ്ക്ക് എൻ്റെ അടുത്ത് വന്നതല്ലേ, പട്ടികജാതിക്ക് എൻ്റെ അടുത്ത് വന്നതല്ലേ പണിയാൻ. പട്ടികജാതിയുടെ പേരിൽ പണിയാനായിട്ട് പട്ടികജാതിയുടെ ഫണ്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് പണിതുപോലെ അംബേദ്കറിൻ്റെ അയ്യങ്കാളിയുടെ പേരിൽ പണിതില്ലേ പുറത്തുശ്ശേരിയില്ലേ, പട്ടികജാതി ഫണ്ടാണ്. അതൊക്കെ വരുമ്പോൾ എവിടെയാണ് അതിന് പറ്റിയ സ്ഥലം, എങ്ങനെയാണ് ചെയ്തിട്ട് വേണ്ടി ചെയ്യാൻ. അതുകൊണ്ട് മുനിസിപ്പൽ ഓഫീസ് എത്ര ഭംഗിയായിട്ട് ഗാർഡനൊക്കെ പണിത് കിടക്കേണ്ട സ്ഥലമായിരുന്നു. ഇനിയിപ്പോൾ അത് പൊളിച്ചു കളയാൻ പറയാൻ പറ്റുമോ? അല്ല ഞാൻ അവരെ ഈ ഡിഫറൻറ്റ് ഓഫ് വ്യൂസാണ് പ്രശ്നമില്ലേ. അവർക്ക് ആ കാഴ്ചപ്പാടുണ്ടായില്ല. ഏതോ ദിവസം പറഞ്ഞു കൊടുത്തു ഇവിടെ പണിയാ അവിടെ പണിതു. അവിടെ പണിൻ്റെ താനല്ല അത്, അതൊരു ഓഫീസ് മന്ദിരമല്ലേ. ഇത്ര സൗന്ദര്യമുള്ളൊരു ഓഫീസ് കേരളത്തിൽ വരെ ഉണ്ടാവില്ല. ഈ മൈതാനം മുമ്പിൽ നിൽക്കണമായിരുന്നേ. ആ മൈതാനമൊക്കെ ഒന്ന് ടർഫ് ചെയ്ത് ഒരു സൈഡിൽ ചെറിയ സ്റ്റേഡിയം ഉണ്ടാക്കി ചെയ്താൽ ആ ഓഫീസൊക്കെ കൂടിയിട്ടൊന്ന് കമ്പൈൻഡ് ആക്കിയാൽ എന്തായിരിക്കും അതിന് ഭംഗി. അതിനുള്ളൊരു സൗന്ദര്യ കാഴ്ചപ്പാടും കൂടി വേണം. അതില്ലാണ്ട് വരുമ്പോൾ പ്രശ്നമാണ്. വെറുതെ ആരെങ്കിലും പറയുന്നതിന് പിന്നാലെ പോയി അവിടെ കെട്ടിടം പണിതു. ആ കെട്ടിടം പണിത് തന്നെ അതോടെ ആ കോമ്പൗണ്ടിൻ്റെ എല്ലാ ഭംഗിയും പോയി. ഞാൻ അത് ഒരിക്കലും നേരെയാവില്ല. അപ്പോൾ പാർക്കിങ്ങിന് സ്ഥലമില്ലാണ്ടായി, ഒന്നിനും സ്ഥലമില്ലാണ്ടായില്ല അവിടെ. അങ്ങനെയാണ് ചില പ്രശ്നങ്ങൾ വരണം അവിടെ. അപ്പോൾ നമ്മുടെ ഇവിടെ സൗന്ദര്യം വേണം. ഇരിങ്ങാലക്കുട എപ്പോഴും ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു അളവ് വരെ നന്നായി പോകുന്നൊരു പട്ടണമാണ്. ഞാൻ അതിന് നിങ്ങൾക്ക് എളുപ്പം പരിശോധിക്കാനായിട്ട് വഴി പറഞ്ഞുതരാം. നിങ്ങൾ ജനറൽ ആശുപത്രിയിൽ പോവുക, ഇരിങ്ങാലക്കുടക്കാർ രോഗികളുണ്ടാവില്ല. നിങ്ങൾ പുല്ലൂർ ആശുപത്രിയിൽ പോവുക, ഇരിങ്ങാലക്കുടക്കാരുണ്ടാവില്ല.
ഇതിൽ കോപ്പറേറ്റീവിൽ പോവുക. ഇരിയാനുള്ള കാര്യം രോഗികളുണ്ടാവില്ല, വളരെ കുറച്ചുണ്ടാവുള്ളൂ. ഞാനത് പഠിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ പുറത്തുനിന്ന് വരുന്ന രോഗികളുള്ളൂ. കാരണം ഇരിങ്ങാലക്കുടയിൽ അങ്ങനെ രോഗസാധ്യതകൾ കുറവുള്ളൊരു പട്ടണമാണ്. ഇവിടെ മാലിന്യ സംസ്കരണം നന്നായിട്ട് നടക്കുന്ന പട്ടണമാണ്. ഇവിടെ കൊതുകിന് മരുന്നടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവർ നിർത്തി. ഞാനപ്പോൾ 2005 ആരംഭിച്ചതാണ്. അപ്പോൾ അത് ഇവർ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാ വാർഡുകളിലും കൊതുകിനെതിരെ മരുന്നടിക്കുന്നത് വലിയൊരു ആവശ്യമാണ്. നമ്മൾ ആളുകളെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താലല്ലേ ആളുകൾക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഒരു മിനിമം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊതുകിന് മരുന്നടിക്കണം എന്ന് പറഞ്ഞിട്ട് അവരോട് അടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ വെള്ളം അവിടെ കെട്ടി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ അവർക്ക് ഇഷ്ടമുണ്ടാവും. അല്ല നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ നോക്കി സൂപ്പർവൈസ് ചെയ്യാൻ വരാമെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഒരു സിഗ്നേച്ചർ എന്ന് പറയാൻ നമ്മുടെ ടൗൺ ഹാളും, രണ്ടാമത്തെ കാലഘട്ടത്തിൽ മുനിസിപ്പൽ ഓഫീസും. അപ്പോൾ ഈ തേർഡ് ടൈമിലെ ഒരു സിഗ്നേച്ചർ എന്തായിരിക്കും? അല്ല, അതേ പറഞ്ഞ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വലിയൊരു നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കേണ്ടി വരും. പിന്നെ ഞാൻ സ്ലോട്ടർ ഹൗസിൻ്റെ നിർമ്മാണത്തിൽ ചെയ്യേണ്ടി വരും. ഈ ഈവനിങ് മാർക്കറ്റ് അവിടെ പുനഃസ്ഥാപിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ കാര്യത്തിൽ സെൻട്രൽ ലോ ഒന്നുണ്ടല്ലോ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. അല്ലാണ്ട് അവരെ ഒഴിവാക്കലല്ല. പണ്ട് സ്ട്രീറ്റ് വെൻഡേഴ്സിന് തെരുവ് കച്ചവടക്കാർ ഒഴിവാക്കലായിരുന്നു. ഇപ്പോൾ തെരുവ് കച്ചവടക്കാരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ശക്തനിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മളിവിടെ അതിനുള്ള സ്പേസ് പുതിയത് കണ്ടെത്തേണ്ടി വരും. അതെങ്ങനെയാണ് എവിടെയാണ് നോക്കേണ്ടി, കമേഴ്ഷ്യൽ പ്രാധാന്യം കൂടി വേണമല്ലോ. അല്ല എവിടെയെങ്കിലും കൊണ്ട് വാർഡിൻ്റെ ഏതെങ്കിലും മൂലയിൽ ചെയ്യാൻ പറ്റില്ല. അവരിപ്പോൾ ഗോൾഡൻ മാർക്കറ്റ് കൊണ്ട് ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് വല്ല വില്ലേജ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് പല ടൗണിലും കാണാനുണ്ട്. റോഡിനോട് ചേർന്നിട്ടൊക്കെ വില്ലേജ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുവന്ന് അക്കോമഡേറ്റ് ചെയ്യണ പല സ്ഥലങ്ങളും ഞാൻ കണ്ടു. അപ്പോൾ അതുപോലെ നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കും. അപ്പോൾ നമുക്ക് 9 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു, 34 ചതുരശ്ര കിലോമീറ്റർ കൂടിയില്ല. 25 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഈ നഗരസഭയിൽ കൂട്ടി കിട്ടി. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നഗരസഭ ഇതുവരെ എടുത്തിട്ടില്ല. നഗരസഭ ഇതുവരെ ഈ 2010 ഇത് കൂട്ടിച്ചേർന്ന് 15 കൊല്ലത്തിനുള്ളിൽ നഗരസഭ ആകെ കണ്ടിട്ടുള്ള അതിൻ്റെ കാർഷിക പ്രാധാന്യം കണ്ടുള്ളൂ. അവിടെ പെട്ടിമറ വെച്ച് കൊടുക്കുക, പമ്പ് വെച്ച് കൊടുക്കുക എന്നുള്ളതല്ലാതെ കുറുത്തിശ്ശേരി മേഖല കൂടിച്ചേർന്നതിൽ നഗരസഭയുടെ സ്വന്തമുള്ള സ്ഥലങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ക്രിമിറ്റോറിയം സ്ഥാപിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഏതെങ്കിലും വേറെ സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ, അവിടെ ആളുകൾ അതിനോട് കൂടെ കോർഡിനേറ്റ് ചെയ്യണമല്ലോ. അല്ലാണ്ട് ആളുകൾ എന്തുകൊണ്ടൊന്നാലും സമ്മതിക്കാത്ത ഒരു നിലപാട് നമ്മുടെ ജനങ്ങൾക്കുള്ളതുകൊണ്ട് അത് പുതിയതായിട്ട് എവിടെയും നമ്മുടെ സ്ഥലങ്ങളുണ്ട്. തലയിക്കോണത്തുണ്ട്, ഇപ്പുറത്ത് ബംഗ്ലാവിൻ്റെ 2 സ്ഥലത്തുണ്ട്, എവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ ക്രിമിറ്റോറിയ എമർജൻസി ആയി. കാരണം ഫ്ലാറ്റുകൾ വന്നപ്പോൾ സ്വന്തമായിട്ട് സ്ഥലമില്ല. എവിടെയെങ്കിലും പബ്ലിക് പ്ലേസ് അല്ലാതെ വേറെ സ്ഥലമില്ലാതെ വന്നു. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ക്രിസ്ത്യൻ സിമിട്രികൾ പോലും നിറഞ്ഞു കവിഞ്ഞു. ഇനി അവർ തന്നെ ഇപ്പോൾ ഇനി ഭാവിയിൽ മറ്റേ ഇത് വരാണ്ട് പറ്റില്ല, ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനം വരാതെ. ഇപ്പോൾ പല സ്ഥലത്തും ആയി അങ്ങനെ, അത് വരാതെ പറ്റില്ല. അപ്പോൾ അതൊരു നീഡായിപ്പോൾ. അതിനനുസരിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കണം. പിന്നെ എൻ്റെ മനസ്സിലുള്ളത്, നമ്മളിപ്പോൾ ഈ ചെറുകിട ഹോട്ടലുകൾക്ക് നടത്താൻ പറ്റുന്നില്ല അവിടെ. കാരണം നമ്മുടെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡായാലും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡായാലും വലിയ നിയമങ്ങളാണ് ഉണ്ടാക്കുന്നത്. വർക്ക്ഷോപ്പ് നടത്തണമെങ്കിൽ നിയമം, ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കൺസെൻറ്റ് വേണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കൺസെൻറ്റ് കിട്ടണമെങ്കിൽ അവരുടെ മാനദണ്ഡങ്ങൾ വളരെ വലുതാണ്. അതിനുവേണ്ടി ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ഹോട്ടൽ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്കും ആ ഹോട്ടൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് നമുക്ക് ഈ CH ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എവിടെയെങ്കിലും പൊതു സ്ഥലത്ത് വെച്ച് ഇവിടുന്ന് സ്ഥിരമായിട്ട് കളക്ട് ചെയ്ത് യൂസർ ഫീസ് വാങ്ങി അവിടെ സംസ്കരിക്കാനുള്ള ഏർപ്പാട് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർക്ക് കംഫർട്ടായിട്ട് ഒരു ഹോട്ടൽ ബിസിനസ് നടത്താൻ പറ്റും. നാട്ടിൽ ബിസിനസ് ഉണ്ടായാലല്ലേ ഇവിടേക്കുള്ള ആളുകളുടെ ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇവിടെ ഫ്ലോ ഇല്ലാതെ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക? നാട്ടിൽ ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആളുകളുടെ ഫ്ലോ വരണം. ഇവിടേക്ക് ആളുകളുടെ ഫ്ലോ വരണമെങ്കിൽ ഇവിടെ ബിസിനസ്സോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുണ്ടാവണം. നമ്മുടെ ബിസിനസ്സുകൾ കുറച്ചും കൂടി കൊണ്ടുവന്നാലാണ്, ആളുകളെ ആകർഷിച്ച് കൊണ്ടുവന്നാലാണ് നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ വരുന്നത്. ഇത് ഒറ്റപ്പെട്ട സ്ഥലമല്ലേ, നാഷണൽ ഹൈവേ അതിലേ പോകണു, റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തേക്കൂടെ പോകണു, നമുക്ക് ഒരു തുരുത്ത് പോലൊരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ആളുകൾ കിട്ടണമെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും മേഖല നമ്മുടെ വികസിപ്പിച്ച് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ട്. ഏത് മേഖലയിലൊക്കെ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്താലാണ് അവിടെ വികസിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ച് ചെയ്യേണ്ടി വരും. ഈ ഫെബ്രുവരി മാസത്തോടു കൂടിയാണല്ലോ സാധാരണ പിന്നാലെ ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ ബഡ്ജറ്റോട് കൂടി തന്നെ ഈ ഒരു പഞ്ചവത്സര പദ്ധതി പോലെ ചെയ്താലാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അല്ലാതെ നമ്മൾ ഒരു കൊല്ലത്തേക്കായിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കിയാൽ നമ്മുടെ ഈ പഞ്ചവത്സര പദ്ധതി ഉണ്ടാക്കുമ്പോൾ പ്രശ്നമാണ്. പഴയ കാലത്ത് പഞ്ചവത്സര പദ്ധതിക്ക് അനുസരിച്ച് പ്ലാൻ ഫണ്ടും ഗ്രാൻറ്റും നമ്മുടെ മറ്റുള്ള ഫൈനാൻസ് കമ്മീഷൻ്റെ സപ്പോർട്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ ഇയർലി ആയി. ഇവർ ഇത് വന്നല്ലോ, ഇവരുടെ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം
പ്ലാനിങ് കമ്മീഷൻ പോയല്ലോ. പ്ലാനിങ് കമ്മീഷൻ പോയി പുതിയത് വന്നപ്പോൾ, പുതിയ മെത്തേഡ് വന്നപ്പോൾ ഇപ്പോൾ 5 ഇയർ പ്ലാനിങ് ഇല്ല. ഇല്ല. ഇപ്പോൾ ഇയർലി പ്ലാനിങ്ങിൽ പോവാണ്. ഒരു 47 ലക്ഷം ഇട്ടിട്ട് ഇയർലി പ്ലാനിങ്ങിൽ പോണ കാരണം കൊണ്ട് ഈ ഫണ്ട് മുഴുവൻ ഇപ്പോൾ ഇയർലി പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 5 കൊല്ലത്തേക്ക് ഇതിനെ ബേസ് ചെയ്ത് ചെയ്യണമെന്നുള്ളത് ഒന്നുകൂടി പഠിക്കേണ്ടി വരും എനിക്ക്. അതിന് ചെല്ലുമ്പോൾ 5 വർഷത്തേക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ഡിവൈഡ് ചെയ്ത് പോകാൻ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനുള്ള സപ്പോർട്ട് കിട്ടണ്ടേ? സെൻട്രൽ ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് നോക്കേണ്ടി വരും. സ്റ്റേറ്റിൻ്റെ പണമില്ലാന്നുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഈവൻ കരാറുകാരുടെ പണം കൊടുക്കണില്ല, നെല്ല് സംഭരിച്ചതിൻ്റെ പണം കൊടുക്കണില്ല, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പണം കൊടുക്കണില്ല. ഒരു മേഖലയിലും പണം കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് പറ്റണില്ല. ഞാൻ 2025-26 2 ലക്ഷം നടക്കല്ലേ. ഞാൻ ഈ ബാങ്കിൻ്റെ പ്രശ്നത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ കുടിശ്ശികക്കാരെ പിടിക്കാനായിട്ടും അവരെ പ്രോപ്പർട്ടി ജപ്തി ചെയ്താൽ പോലും വാങ്ങാൻ ആളുണ്ടാവുന്നുണ്ട്. ഈ 2 ഇലക്ഷനോടനുബന്ധിച്ച് ക്യാഷ് ഫ്ലോ മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് കണക്കാക്കിയ ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു ബിസിനസ് മൈൻഡിൽ. പക്ഷേ ക്യാഷ് ഫ്ലോ ഉണ്ടായില്ല. ആകെ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ 600 കോടി വന്നതുള്ളൂ. വേറൊരു പണം മാർക്കറ്റിൽ വന്നില്ല. കരാറുകാരുടെ പണം വന്നില്ല, നെല്ല് സംഭരിച്ചതിൻ്റെ വന്നില്ല, ഒന്നും വന്നില്ല. ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ക്യാഷ് വരുമ്പോഴല്ലേ റിയൽ എസ്റ്റേറ്റ് എന്നാവുക. ആളുകളിൽ പണം വരാണ്ട് എവിടെ ഇട്ടിട്ട് റിയൽ എസ്റ്റേറ്റ് എന്നാവണേ. നന്നാവും 2025 2 ലക്ഷം നടക്കേണ്ട കാരണം ഗവൺമെൻറ് എവിടെ നിന്നെങ്കിലും ഫണ്ട് കൊണ്ടൊന്ന് പമ്പ് ചെയ്യുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഗവൺമെൻറ് പറ്റണില്ല. അതിന് ബാലഗോപാൽ വളരെ ഇൻഎഫിഷ്യൻ്റാണ്. ഫണ്ട് കണ്ടെത്താനായിട്ടുള്ളതില്ല. അത് അബ്രഹാം പോയി കൂടിയിട്ട് അതിലൊരു സോഴ്സ് കണ്ടെത്താൻ അവർക്ക് പറ്റണില്ല. ഇപ്പിയൊക്കെ കൊണ്ടുവന്ന് നോക്കി. പക്ഷെ അതൊക്കെ പിന്നെ അവർ ഗവൺമെൻറ് പിടിച്ചപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആകുമ്പോൾ കൊണ്ടേ കുരുക്കിട്ടല്ലോ. അപ്പോൾ അവർക്ക് പറ്റണില്ല. KSTB ഉണ്ടാക്കി നോക്കി. KSTB തട്ടിപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ PWD ഇല്ലല്ലോ. PWD കേൾക്കണ്ട നിങ്ങൾ എവിടെയും? അതില്ലാണ്ടാക്കി. PWD എന്നുള്ള സിസ്റ്റം ഇല്ലാണ്ടാക്കി. ആ എഞ്ചിനീയർമാർക്ക് വെറുതെ ശമ്പളം കൊടുക്കുക. നമ്മുടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുകൊണ്ട് സമയമായി. എന്തിനാ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാ പോകും? എന്ത് സപ്പോർട്ടാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്? അതിലാ ഗവേഷണ കേന്ദ്രം മാത്രമേ ഉണ്ടോ? ഈ ഓഫീസർമാർക്ക് എന്ത് ചെയ്യണേ? ഈ അഗ്രികൾച്ചർ ഓഫീസർമാരുടെ പണി എന്താ? ആരാ കൃഷി പ്രൊമോട്ട് ചെയ്യാൻ നടക്കണേ? ഓഫീസിലിരിക്കലല്ലാണ്ട്. സഹകരണ വകുപ്പ് ഈ കുറ്റം കണ്ടെത്തലല്ലാണ്ട് അവരെന്ത് സപ്പോർട്ട്? പണ്ട് സഹകരണ വകുപ്പുകാർ പോയിട്ടാണ് ആളുകളെ മെമ്പർഷിപ്പ് ചേർത്ത് സംഘം ഉണ്ടാക്കി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ എവിടെയെങ്കിലും കുഴപ്പമുണ്ടെന്ന് അന്വേഷിക്കില്ലാണ്ട് അവർക്ക് ഒരു പണിയില്ല. ഇപ്പോൾ ഡിമോളിഷ് ചെയ്യണം, പിരിച്ചുവിടാൻ നോക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗവേണൻസ് ഉള്ള ആൾക്കാർ സെൻട്രൽ സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പിരിച്ചുവിട്ട് കളയുന്നു. കുറേ ഡിപ്പാർട്ട്മെൻറ്റ് പോകും അതോടുകൂടി. യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വപ്നം? അല്ല, യൂത്ത് നമ്മളിപ്പോൾ പുതിയ ജെൻസി ജനറേഷനാണ്. നമ്മൾ പഴയ കാഴ്ചപ്പാടിൽ പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈവൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ സാധ്യതകളുണ്ട്, അതിൻ്റെ ദോഷങ്ങളുണ്ട്. അതേപോലെ ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്, ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. മെഷീൻ ലേണിംഗ് അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ താല്പര്യം കൊണ്ട് ഞാനിപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ ഒരാളാണ്. ഞാൻ ഏറ്റവും ഒടുവിൽ മത്സരിച്ചത് 2005-ലാണ്. അതിനുശേഷം ജനിച്ചൊരു കോട്ട, 18 വയസ്സായ ഒരു കോട്ട. ഞാൻ അവരെ എങ്ങനെയാണ് അവരായിട്ട് സംവേദിക്കാമെന്ന് ആദ്യം സംശയിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാരൊക്കെ പുറത്താണെന്ന്. ഈ തലമുറയോടെ ഇല്ല. ഒന്നിനെ പഠിക്കാൻ പോയി അല്ലെങ്കിൽ ജോലിക്ക് പോയി. അപ്പം അത് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിലുള്ളൊരു പ്രധാന പ്രശ്നം നമ്മുടെ ഈ പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണ്. ഭയങ്കര പാരൻറ്റിങ്ങിനാണ് നമ്മളിവിടെ. അത് എനിക്ക് ക്രൈസ്റ്റ് കോളേജിലുള്ള റെസിഡൻസ് അസോസിയേഷൻ മീറ്റിംഗ് പോയപ്പോൾ അവിടെ കുട്ടികൾ അവർ മിങ്കിളിങ് ഇതൊക്കെ ഡിഫറൻ്റ് അല്ലേ. അത് അവിടെയുള്ള ആൾക്കാർക്ക് ദഹിക്കുന്നില്ല. രാത്രി 11 മണിക്ക് അവിടെ തിണ്ണാമിരിക്കുന്നു കഴിക്കുന്നു. ഞാൻ പറയുന്നത് പുതിയ തലമുറയുടെ കാര്യങ്ങളല്ലേ. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, പണ്ട് ഇപ്പം നമ്മുടെ വീടുകളിൽ കുട്ടികളെ ഷോർട്സ് ഇടുന്നത്, നമ്മുടെ മക്കളുടെ കുട്ടികൾ ഷോർട്സ് ഇടുന്നത്. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ തൃക്കാക്കര ഭാരതമാതര വോളിബോൾ കളി കാണാൻ പോകുന്നത് ഷോർട്സിൻ്റെ കുട്ടികളെ കാണാനാണ്. അല്ലെ കളിയുടെ ഇൻട്രസ്റ്റ് അല്ല. ഞാനവരോട് പറഞ്ഞു, അന്ന് ഞങ്ങൾ കളി കാണാൻ പോയത് കളിയിലുള്ള ഇൻട്രസ്റ്റ് അല്ല. അന്ന് വേറെ ഇതില്ല, വേറെ ഇങ്ങനെ കൾച്ചർ ഇവിടെ ഇല്ല. ആളുകൾ കൾച്ചർ മാറാനനുസരിച്ച് നമ്മുടെ കാലഘട്ടത്തിന്റെ മാറ്റത്തിൽ അത് ആരും അത് വേറെ കാണണമല്ലോ. അതിനാണ് നമ്മുടെ കാഴ്ചപ്പാടിനെ വ്യത്യസ്തപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് വേറെ മാർഗ്ഗമില്ല. അതുപോലെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ചാറ്റ്പാറ്റായാലും ജിപാറ്റായാലും എന്താണെന്ന് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ സമൂഹത്തിലുള്ള ഈ ലഹരിയുടെ പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. ലഹരിയുടെ പ്രശ്നം, ഈ ലഹരി മരുന്നുകളും ബാക്കിയുള്ളതിന് ഉപയോഗം, രാസലഹരികളുടെ ഉപയോഗം വളരെ കൂടുതലായിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ബോധവൽക്കരണം അത് വിൽക്കണമെന്ന് തന്നെ ബോധവൽക്കരിച്ച് എങ്ങനെയുണ്ട്? എക്സൈസ് വകുപ്പിന് തന്നെ അതിൻ്റെ ബോധവൽക്കരണം കൊടുത്താൽ എങ്ങനെയുണ്ടാവും ഗവൺമെൻറ്? അതൊന്നെങ്കിലും മാറ്റി കൊടുക്കണം. അതിന് ആരോഗ്യവകുപ്പിന് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലാണ്. അല്ലാതെ ഒരു ഇതുണ്ടാവില്ല. അവർ തന്നെ അവർക്ക് അതിൻ്റെ ഉള്ളിൽ അവരുടെ അത് വിൽപ്പന കൂടി ലക്ഷ്യം ഉണ്ടാവുമല്ലോ. രാസത്തിൽ നിന്ന് ഇതിലേക്ക് കടക്കണം എന്നായിരിക്കില്ല അവരുടെ ആഗ്രഹം. അവർ അത് ചെയ്യാൻ.
ഇരിങ്ങാലക്കുടയുടെ സറൗണ്ടിങ്സിലും ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രഗത്ഭരായ NRIs ഉണ്ട്. പക്ഷെ അവർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ളവരെ ഒന്ന് വിളിച്ചുകൂട്ടി എന്തെങ്കിലും ഒരു സംഗമോ ഒക്കെ ചെയ്തിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ച് അവരെ കൂടി ഇതിൻ്റെ ഈ പണ്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു ഗവൺമെൻറ് അത്ര പ്രൊമോട്ട് ചെയ്യണില്ല. ഈവൻ സിയാലൊക്കെ വന്നത് അങ്ങനെയാണല്ലോ. അതിപ്പോൾ അങ്ങനെ ഗവൺമെൻറ് അത്രയ്ക്ക് പ്രൊമോട്ട് ചെയ്യണില്ല ആ സിസ്റ്റം. കാരണം അതിന് വേറെ പല കാരണങ്ങൾ ഈ ഗവൺമെൻറ് ഉണ്ട്. 10 കൊല്ലമായിട്ട് ഈ ഊരാളങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇപ്പോൾ ഇത് വേണ്ട ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുള്ള അതിൽ നിന്നുള്ള സൗകര്യം കിട്ടും എന്ന് കണക്കാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു കെട്ടിടം പണിതാവ് യൂട്ടിലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. കെട്ടിടം പണിയാനേ ചിന്തയുള്ളൂ. ആ കൊടുങ്ങല്ലൂർ ആശുപത്രി കെട്ടിടം പ്രതാപൻ്റെ കാലത്ത് മുസ്ലിംസിൻ്റെ അതിൽ പെടുത്തി പണിതതാണ്. ഇപ്പോഴത് പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ അവിടെ പത്രത്തിൽ വാർത്ത വന്നപ്പോൾ 4 കെട്ടിടം കൊണ്ടിട്ടതാണ്. അത് 5 നില യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഇനി എത്ര കാലം പിടിക്കും? അതിലേക്ക് സ്റ്റാഫിനെ നിയമിച്ച് അതിലേക്ക് ഉപകരണങ്ങൾ എത്തിച്ച് അതിനാവശ്യമായിട്ട് സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങണമെങ്കിൽ 5 കൊല്ലം കൊണ്ടാവില്ല നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച്. അപ്പോൾ അതൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ കുറേ കൂടി നമ്മുടെ നാട്ടിൽ കാര്യങ്ങളുണ്ടാവും. ഈ 36-ലെ നഗരസഭ ആരംഭിക്കും അവസാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൂപ്പനായിരുന്നല്ലോ, അപ്പൂപ്പനായിരുന്നു. ഇത് കഴിഞ്ഞ് 90-ാം വർഷം വരെയാണ്. അപ്പോൾ ഒരു നവതി മോണുമെന്റ് യാത്ര. അപ്പോൾ ഒരു 90 പ്രോജക്ട്സോ 1947 പറഞ്ഞ പോലെ ഇനിയിപ്പോൾ 2036 പറയണോ? അതാണല്ലോ ഇനി 100. അതെ അതെ അതെ. അവിടെ 2047 പറയണേ. 1947 100 കൊല്ലം. അതുപോലെ ഇവിടെ ഇപ്പോൾ 100 കൊല്ലം പറയണമെങ്കിൽ 2036 പറയണം. അതെ. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് കൂടി ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടോ? പ്ലാൻ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പ്രോജക്റ്റൊക്കെ ഇഷ്ടംപോലെ എൻ്റെ മനസ്സിലുണ്ട്. ഭരണത്തിൽ കയറിയതിന് ശേഷം എല്ലാ കൗൺസിലർമാരുമായിട്ട് നന്നായി ഡിസ്കസ് ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ പൊതുവെയുള്ള പട്ടണത്തിലെ ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് സെബി പറഞ്ഞ വ്യാപാരി വ്യവസായികളായിട്ട് സംസാരിക്കേണ്ടി വരും, ഇൻഡസ്ട്രിയലിസ്റ്റായിട്ട് സംസാരിക്കേണ്ടി വരും, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള NRIകളായിട്ട് സംസാരിക്കേണ്ടി വരും. അതുപോലെ ഇവിടെ CSR ഫണ്ട്, ഇപ്പോൾ മാക്കേറൊക്കെ CSR ഫണ്ട് അവരെ ചിലവഴിക്കേണ്ടി ഇഷ്ടംപോലെ. അല്ല, അവരൊക്കെ ആയിട്ട് സംസാരിച്ച് എങ്ങനെ നഗരസഭയും കൂടിയായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അതിനനുസരിച്ച് എങ്ങനെ വലിയ പ്രോജക്റ്റുകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. വലിയ പ്രോജക്റ്റ് വരുമ്പോഴാണ് ആളുകൾക്ക് പുറത്തുനിന്ന് അട്രാക്ഷൻ ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകൾക്ക് അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടിയൊക്കെ പരിശോധിച്ച് ഒരു സമഗ്രമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ നഗരസഭയുടെ അകത്ത് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളൊരു കാഴ്ചപ്പാട്. എല്ലാത്തിലും എല്ലാ മേഖലയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാനൊരു വികസന പ്രവർത്തനത്തിനും പണം തടസ്സമായിട്ട് കാണാത്ത ഒരാളാണ്. ഒരു കാര്യത്തിലും ഞാൻ തടസ്സം കണ്ടിട്ടില്ല. അത് നമ്മൾ എവിടെയാണ് അതിൻ്റെ റിസോഴ്സസ്, അതെങ്ങനെയാണ് ടാപ്പ് ചെയ്യേണ്ടതെന്ന് പഠിക്കാത്ത കാരണം കൊണ്ടാണ്. ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്, ഇഷ്ടംപോലെ ഫണ്ടിങ് ഏജൻസികളുണ്ട്. ഈവൻ കോർപ്പറേറ്റുകൾ പോലും ഫണ്ടിങ്ങിന് തയ്യാറാണ്. അവർക്ക് റീപേയ്മെൻറ്റ് നടക്കുന്ന അവർക്ക് ഉറപ്പ് കിട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫണ്ട് ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഏത് വികസനത്തിനും നമ്മുടെ അവർക്കത് ബോധ്യപ്പെടണം മാത്രം. അത് അവരെ ബോധ്യം. നമ്മുടെ നിയമത്തിലുള്ള ഒറ്റ പ്രശ്നം ഈ അക്വിസിഷന് ഈ വായ്പാ പണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആണല്ലോ ഇപ്പോൾ ഈ മസാല ബോണ്ടിൽ വന്ന പ്രശ്നം. അതേപോലത്തെ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട്. അതെങ്ങനെ മറികടക്കണം കൂടി നോക്കിയാൽ നമുക്ക് ഭൂമി ഏറ്റെടുക്കാൻ പോലും ഇതുപോലെ ഫണ്ട് കണ്ടെത്താനായിട്ട് പറ്റും. അതൊക്കെ നോക്കി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് ജനങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെന്നതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. ഇനി ഞാൻ കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് കടന്നോട്ടെ. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വളരെ വലിയൊരു മുന്നേറ്റമാണ് UDF എസ്പെഷ്യലി കോൺഗ്രസ് നഗരസഭ അതിർത്തിയിലുണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 6-7 സീറ്റ് കൂടുതൽ പ്രാവശ്യം ലഭിച്ചു. തന്നെയല്ല, വളർന്നു വരുന്ന പുതിയ രാഷ്ട്രീയ കക്ഷിയായ BJPക്ക് ഇപ്രാവശ്യം ചെറിയ ക്ഷീണവും സംഭവിച്ചു. വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ ക്ഷീണമില്ലെങ്കിൽ പോലും സീറ്റ് കുറഞ്ഞു. നിലവിലെ സീറ്റ് 2 കുറഞ്ഞു. എന്നാൽ LDFന് വലിയ ക്ഷീണം ഉണ്ടായിട്ടില്ല, എങ്കിലും ചെറിയ ക്ഷീണം അവർക്കും ഉണ്ടായിട്ടുണ്ട്. സീറ്റ് കുറഞ്ഞു. പക്ഷേ ഈ പുറത്തുശ്ശേരി മേഖലയിൽ ഇത്രയും വലിയ കരുവന്നൂർ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് പോലും ആ പാർട്ടിയുടെ സംഘടനാ ശക്തി മനസ്സിലാക്കാൻ പറ്റുന്നത് പുറത്തുശ്ശേരിയിൽ 11 സീറ്റ് ജയിച്ചു. അതെ, 11 സീറ്റ് ജയിച്ചു. 11 സീറ്റ് ജയിച്ചതും ഈ കരുവന്നൂർ ബാങ്കിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സറൗണ്ടിങ്സിലാണ്. അത് എന്നെ അത്ഭുതപ്പെടുത്തി. അതിന് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിലുള്ള കുറവും പാളിച്ചുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. BJP വെറുതെ കുറ്റപ്പെടുത്തി നടന്നുകൊണ്ട് കാര്യമില്ല. ഞാൻ എൻ്റെ അവിടുത്തെ പാർട്ടി നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടതായിരുന്നു, നമ്മൾ ഒരു കൂട്ടരെ കുറ്റം പറയുന്നത് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്താലാണ് ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതെ,
അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അവർ പൊതുയോഗം നടത്തിയാമെന്ന് പറഞ്ഞ് യാത്ര നടത്തിയെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാനന്ന് അവരോട് പറഞ്ഞ ലീഫ്ലെറ്റ് തയ്യാറാക്കുക, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും എന്നൊരു അഷുറൻസ് ആളുകൾക്ക് കൊടുക്കുക. ആളുകളെ കൂടെ നിർത്താനായിട്ട് അത് മാർഗമുള്ളൂ. അല്ലാതെ ഞാൻ എം കെ കണ്ണനെയും മറ്റവനും ചീത്ത പറഞ്ഞ ആളും മൈക്കിൽ വിളിച്ച് പറഞ്ഞ ആർക്ക് എം കെ കണ്ണൻ അവർ അരവിന്ദാക്ഷനെ ചീത്ത പറഞ്ഞു, മൊയ്തീനെ ആർക്കായാലും കാര്യം അവർക്ക് പണം കിട്ടേണ്ട കാര്യമുള്ളൂ. അതിനെന്താ റെമഡി പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർ യോഗം തന്നെ മരുന്ന് തീരുമാനിച്ചു പോയി. അവിടെയാണ് സംഘടനാപരമായിട്ട് ഞങ്ങൾക്കൊരു ക്ഷീണം പുറത്തുശ്ശേരിയിൽ സംഭവിച്ചത്. അതുകൊണ്ട് ഈ പുറത്തുശ്ശേരിയുടെ ഹാർട്ടായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് വോട്ടും സീറ്റും കിട്ടിയില്ല. ഞങ്ങൾക്ക് ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കരുവിൻ്റെ പള്ളിയോടും മാപ്രാണം പള്ളിയോടും ചേർന്നിട്ടുള്ള വാർഡുകളല്ലാതെ കിട്ടിയത് മറ്റുള്ള മൂർക്കനാട് പള്ളിയോട് ആ വാർഡ് കിട്ടി. ഇപ്പുറത്ത് കരുവിൻ്റെ പള്ളിയോട് പോളിൻ്റെ വാർഡ് കിട്ടി, ഇപ്പുറത്ത് ബൈജുവിൻ്റെ വാർഡ് കിട്ടി, ഇപ്പുറത്ത് കരുവിൻ്റെ ആ കാഞ്ഞിരക്കാരൻ്റെ പെണ്ണിൻ്റെ വാർഡ് കിട്ടി. പിന്നെ വാർഡ് കിട്ടാനില്ല. പിന്നെ കിട്ടിയത് ഈ സുവിശേഷം വാർഡാണ്. അത് എം ആർ ഷോജ് അവിടെ കൗൺസിലറായിരുന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് കിട്ടിയതാണ്. വേറെ വാർഡ് കിട്ടിയില്ല. ഞാനത് പറഞ്ഞു, വാർഡ് കിട്ടുന്നത് ഒരു വേറൊരു ലെവലിൽ കിട്ടിയതാണ്, പൊളിറ്റിക്കൽ ലെവലിൽ കിട്ടിയതല്ല എന്നർത്ഥം. മനസ്സിലായി. അവിടെ ഞാനത് പഠിച്ചു വെച്ചോളാം. വ്യക്തിപരമായ അടുപ്പവും പിന്നെ കുറച്ച് അവിടുത്തെ കുറച്ച് സാമുദായിക ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് കിട്ടിയ വാർഡുകളല്ലാതെ അവിടെ ഒരു പൊളിറ്റിക്കലായിട്ട് വാർഡ് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെങ്ങനെ മറികടക്കുക എന്നുള്ളത് ഇപ്പോൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആളൂർ സാധിച്ചു. ആളൂർ 17 സീറ്റ് ജയിക്കാനായിട്ട് സാധിച്ചു. നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ ആളൂർ സാധിച്ചു. ആളൂർ സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം, ആളൂർ ഇരിങ്ങാലക്കുട നഗരസഭയുടെയും കൂടി വരുമ്പോൾ ഏകദേശം 50% വോട്ടായി. ഈ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ 50% എന്ന് വെച്ചാൽ വലിയ പഞ്ചായത്ത്, 24 വാർഡുള്ള പഞ്ചായത്ത്, ഇവിടെ 43 വാർഡ്. അപ്പോൾ 67 വാർഡ് കവർ ചെയ്തു. മൊത്തം പുതിയതിൽ 181 ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് പകുതിയുടെ അടുത്ത് വന്നു. ആ പകുതിയുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്കൊരു മേൽക്കൈ ഉണ്ട്. ഇപ്പോൾ ഈ മറ്റേ മൊത്തം വന്നപ്പോൾ ഇല്ലെങ്കിലും 6000 വോട്ട് കുറവുണ്ട്. ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു മേൽക്കൈ ഇവിടെ ഉണ്ട്. ആ മേൽക്കൈ എങ്ങനെ മറ്റുള്ള പഞ്ചായത്തുകളിലേക്ക് വികസിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. ചില പഞ്ചായത്തുകൾ കുറച്ച് BJPയുടെ കാറളായാലും പടിയൂരായാലും കുറച്ച് BJPയുടെ അതിപ്രസരം വന്നിട്ടുണ്ട്. അപ്രമാദിത്വം അവർക്ക് വന്നിട്ടുണ്ട്. അതെങ്ങനെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതുപോലെ ഈ കാട്ടൂരൊക്കെ കോൺഗ്രസിന് നല്ല പേരുള്ള സ്ഥലമായിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ വളരെ കാട്ടൂര് പഞ്ചായത്തും മുരിയാട് പഞ്ചായത്തും പൂമംഗലം പഞ്ചായത്തും ഭരണം കിട്ടേണ്ടതായിരുന്നു. അതിൽ കുറച്ച് സംഘടനാ പാളിച്ചകളുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വന്നിട്ടുള്ള കുറവുകളും പോരായ്മകളും ഉണ്ട്. അത് വേളൂക്കരയിലും വേളൂക്കരയും ഭരണം കിട്ടേണ്ടതായിരുന്നു. അതുകൊണ്ട് കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറവാണ്. ഒരു സീറ്റ് കുറഞ്ഞു, രണ്ട് സീറ്റ് കുറഞ്ഞു. 8 കിട്ടിയപ്പോൾ 6 ആയി. 2 സീറ്റ് കൂടിയിട്ട് ഒരു സീറ്റ് കൂടി അപ്പോൾ 17 ആയി അല്ലേ? 17 അല്ല, അവിടെ 18 ആയിരുന്നു, 19 ആയി. അപ്പോൾ അത് പറഞ്ഞു കൂടിയിട്ട് പോലും നമുക്ക് പഴയതിൻ്റെ ലെവലിൽ കൂടിയത് കിട്ടിയില്ല, പഴയത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സംഘടനാ ദൗർബല്യങ്ങൾ അവിടെ ഉണ്ട്. അത് കുറച്ച് പുതിയ മണ്ഡലം പ്രസിഡന്റുമാരെ വെച്ചിട്ടുള്ള ഈ പ്രത്യേകിച്ച് പട്ടപ്പാടം ആ ഒരു ഏരിയ UDF സ്ഥിരമായി ജയിക്കുന്ന വാർഡുകളൊക്കെ 2 വാർഡും പോയി. പട്ടപ്പാടം പോയി. ഇപ്പോൾ ഔട്ടത്തൂര് ഇവിടെ ബിബിയും തോറ്റല്ലോ. അവൻ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തിയത്. പക്ഷെ അവനവിടെ തോറ്റു. അപ്പം അങ്ങനെ ഷീബ തോറ്റു. ഷീബ ജയിക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെ എന്നും സ്ഥിരം ജയിച്ചിരുന്നതാണ്. അവിടെ തോറ്റു. അതൊക്കെ കുറച്ച് അവിടെ പഠിക്കാനുണ്ട്. എന്താണ് അവിടെ വാർഡുകളുടെ വിഭജനത്തിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൽ 9 ഒരു വിഭജിക്കുന്ന ആൾക്കാർ അവർക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ നോക്കില്ല. ഈ ജില്ലാ പഞ്ചായത്ത് അവർ നോക്കിയതാണല്ലോ. അതിനൊന്നും മറികടക്കാനായിട്ട് ആരും ശ്രമിച്ചില്ല. ഒരു ലീഡർഷിപ്പ് കുറച്ച് ജില്ലയിൽ കുറവുണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് വേണ്ടേ? ഈ പ്രാവശ്യം ഇലക്ഷനെ ഫേസ് ചെയ്തപ്പോൾ ഇങ്ങനെ ടൗൺ ബാങ്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അല്ല, ആശങ്ക ഈ പറഞ്ഞു പരത്തുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആശങ്ക ഉണ്ടെങ്കിൽ ഞാൻ ഇലക്ഷൻ മത്സരിക്കില്ലല്ലോ. ഞാനൊരു ഇലക്ഷനെ മത്സരിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഒന്ന്, എനിക്ക് ജനങ്ങളിലുള്ള വിശ്വാസം. ആ തീരുമാനം എടുക്കുന്നത് ഏറ്റവും റിസ്ക് ഉള്ള തീരുമാനമാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ ഭരണം എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. എൻ്റെ പൊളിറ്റിക്സ് അവിടെ അവസാനിക്കുക. അത് ശരി. ഞാൻ പിന്നെ ബിസിനസ്സിലേക്ക് പോകണം. PM അഗസ്തി പറഞ്ഞ പോലെ, AV ഗോപിനാഥ് പറഞ്ഞ പോലെ ഞാനും പറയേണ്ടി വരും ഞാൻ എൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. എന്നെ ജനങ്ങൾ വാർഡിൽ തോറ്റില്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജനങ്ങൾ എനിക്ക് നൽകില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും ഒരു കളങ്കം ചെയ്യാത്ത ഒരാളാണ്. ജീവിതത്തിൽ ഇന്ന് വരെ പൊതുരംഗത്ത് വന്നതിന് ശേഷം എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ എൻ്റെ എതിരാളികൾക്ക് പോലും പറയാനായിട്ട് അവസരം ഉണ്ടായിട്ടില്ല. ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താലേ പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാതെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിലൊരു ധൈര്യമുണ്ട്.
പിന്നെ ബാങ്കിൻ്റെ പ്രശ്നത്തിൽ 62% ഡെപ്പോസിറ്റ് പണം ഞങ്ങൾ മടക്കി കൊടുത്തു. എന്തുകൊണ്ട് കരുവന്നൂരിന് പറ്റിയില്ല എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു. കരുവന്നൂർ അതിൻ്റെ കൃത്യമായിട്ട് പ്രീമിയം അവർക്ക് ഇതില്ല, അവർക്ക് വേറെ സ്കീമാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, ഞങ്ങൾ RBI-യാണ്. ഞങ്ങൾ ഇത്ര കൊല്ലമായിട്ട് കൃത്യമായിട്ട് അടച്ച കാരണമല്ലേ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ അടച്ചില്ലെങ്കിൽ അടച്ചില്ല, അവർക്ക് കിട്ടില്ല. നമ്മളത് നമ്മുടെ ഒരു മാനദണ്ഡത്തിൽ നമ്മൾ കുറവ് വരുത്തിയിട്ടില്ല. ഇത് പൊളിറ്റിക്സ് വന്നതാണ്, വേറൊരു കാര്യമില്ല. ഇവർ വന്ന് കുഴപ്പമുണ്ടാക്കുമ്പോൾ ഇവിടെ ATM മുഴുവൻ വർക്ക് ചെയ്യുക, ഞങ്ങളുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ മുഴുവൻ നടക്കല്ലേ. വൈകിട്ട് 5 മണി വരെ വൈകിട്ട് 5 മണി അത് വൈകുന്നേരം നടന്നുണ്ട്. ഇവർ IFSC കോഡ് ബാൻ ചെയ്തിട്ട് വൈകുന്നേരം ട്രാൻസാക്ഷൻ നടന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മാറി കിട്ടിയെന്ന്. അപ്പോൾ അങ്ങനെ നടക്കുന്നൊരു ബാങ്ക്. അത് കഴിഞ്ഞ് ഒരു ഓൾ ഇൻക്ലൂസീവ് ഡയറക്ഷൻ തന്നു 6 മാസത്തേക്ക്. അത് കഴിഞ്ഞ് ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രോപ്പർട്ടി വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുത്തുകുത്ത് അയച്ച് പ്രോപ്പർട്ടി വിറ്റോളാൻ പറഞ്ഞ് ഒരു 29-ാം തീയതി ഞങ്ങൾക്ക് അനുവാദം തരിക. അത് കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞപ്പോൾ സസ്പെൻഡ് ചെയ്യുക, ബോർഡ് സസ്പെൻഡ് ചെയ്യുക. ഇതെന്ന് മീൻ വിൽക്കുക, വൈകുന്നേരം ആകുമ്പോൾ ചന്തയിൽ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് വില പറഞ്ഞ് വിൽക്കണ പോലെ വിൽക്കാൻ പറ്റുമോ ഈ സാധനം? 14 ദിവസം കൊണ്ട് അവർ 6 മാസത്തേക്ക് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു നടപടി ഒരു കാലത്തും ഉണ്ടാവാത്തതാണല്ലേ, ഒരു സ്ഥലത്തും ഉണ്ടാവാത്ത. ഞാനിപ്പോൾ കോടതി തുറന്ന കേസിന് പോകുന്നുണ്ട്, വക്കീലിനെ വക്കാലത്ത് കൊടുത്തിട്ടുണ്ട്. 5-ാം തീയതി കോടതി തുറന്ന കേസിന് പോവും. അധികം വൈകാതെ നമ്മൾ തന്നെ തിരിച്ചേൽപ്പിക്കാതെ അവർക്ക് വേറെ മാർഗം ഉണ്ടാവില്ല. വേറെ ഒരു കാരണമല്ല അവർക്ക്. ഞാനിവരുടെ ഈ ടെക്നിക്കൽ ടേംസ് ഉണ്ടല്ലോ, CRR, SLR ഒക്കെ, അതിലിവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ടയർ ടു ക്യാപിറ്റൽ ഇതാണ്. എന്നുവെച്ചാൽ കോപ്പറേറ്റീവ് സ്ഥാപനത്തിൽ ക്യാപിറ്റൽ ഉണ്ടാക്കാതെ വേറെ മാർഗ്ഗമില്ല. ഷെയർ എടുക്കാൻ പറഞ്ഞാൽ 100 ഷെയർ എടുത്ത് ഷെയർ എടുക്കണം, 10 കോടി ഉണ്ടാവണമെങ്കിൽ. ഇവിടെ വേറെ ബെനിഫിറ്റ് ഇല്ലല്ലോ ആർക്കും. മറ്റേ ട്രേഡ് ചെയ്യുന്ന പോലെ ഞങ്ങളുടെ കമ്പനിയിലാണെങ്കിൽ ട്രേഡിങ്ങിന് കാശ് കിട്ടും, ഇതൊരു മാർഗ്ഗമില്ല അവർക്ക്. അപ്പോൾ വെറുതെ ഷെയർ എടുക്കണം. അപ്പോൾ അത് ടയർ ടു ക്യാപിറ്റൽ തരാൻ പറഞ്ഞ് ലോങ് ടൈം ഡെപ്പോസിറ്റ്. ഇതിന് പുതിയ ഡെപ്പോസിറ്റ് വേണ്ട, ഞങ്ങളുടെ നിലവിലുള്ള ഡെപ്പോസിറ്റ് ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് ലോങ് ടൈം ആക്കാം. അപ്പോൾ ടയർ ടു ക്യാപിറ്റലായി ഞങ്ങളുടെ CRR, SLR അവിടെ അവസാനിച്ചു. അത് ഇവർ തൃപ്പൂണിത്തുറയ്ക്ക് കൊടുത്തു, കോട്ടയത്തിന് കൊടുത്തു, ഇവർക്കൊക്കെ കൊടുത്തു, ഞങ്ങൾക്ക് തന്നില്ല. അല്ല, അത് കഴിഞ്ഞ് തന്നെ ജേക്കബ് തോമസ് വിളിച്ചല്ലോ, നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പൊളിറ്റിക്കൽ കൺസൾട്ടേഷൻ ഇല്ലാന്ന് പറഞ്ഞു. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ വരെ തെറ്റിയതുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കൊണ്ട് കൈ കൂപ്പേണ്ട കാര്യമുള്ളൂ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാനത് നോക്കിക്കോളാം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എൻ്റെ പണി കിട്ടിയാൽ നോക്കിക്കോളാൻ പറഞ്ഞു. അതിന് ഇലക്ഷൻ കഴിഞ്ഞ് 15-ാം തീയതി ഞാൻ പോയി വക്കീലിനെ കണ്ട്, വക്കീലിൻ്റെ വക്കാലത്ത് പോട്ട് കൊടുത്തു, അതിൻ്റെ പേപ്പേഴ്സ് കൊടുത്തു. അപ്പോൾ ഈ കോടതി അടച്ചു, 5-ാം തീയതി തുറന്നാൽ അതിൻ്റെ പണിയായിട്ട് പോകും. അത് അഡ്മിനിസ്ട്രേറ്റീവ് കൂടെ ഞാൻ മാറ്റി തരാൻ പേടിക്കില്ല. ഞാൻ നവംബർ 1-ാം തീയതി മുതൽ കറണ്ട് അക്കൗണ്ടും SBI അക്കൗണ്ടും ATM സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിരുന്ന ബോർഡ് തീരുമാനിച്ചിരുന്ന. അപ്പോഴാണ് ഇത് പിരിച്ചുവിട്ടത്. അതിൽ അറിഞ്ഞിട്ട് ചെയ്തതാ. ഫംഗ്ഷനിലായല്ലോ, ബാങ്ക് ഫംഗ്ഷനിലായല്ലോ. അതിനുള്ള പ്രശ്നം, അതിനുള്ള ഫണ്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കും, ഒരു ബുദ്ധിമുട്ടില്ല. പുതിയ ഡെപ്പോസിറ്റ് ഒന്നും മേടിക്കണ്ടെന്ന്. ഗോൾഡ് ലോണും കൊടുക്കുക, ലിമിറ്റഡ് ആയിട്ട് ഗോൾഡ് ലോണും കൊടുക്കുക. അപ്പോൾ ഇൻകമായി. ഇതിപ്പോൾ ഇൻകം ഇല്ലാണ്ട് ഒരു ബാങ്ക് എങ്ങനെ പോവുക? ശമ്പളം കൊടുക്കണ്ടേ? ഇവർക്കാണെങ്കിൽ 6 ലക്ഷം ശമ്പളം, 2 ലക്ഷം വെച്ച് 3 ആൾ അഡ്മിനിസ്ട്രേറ്റർമാർ, 2 ലക്ഷം ശമ്പളം. അപ്പോൾ 6 ലക്ഷം വെച്ച് അവർ 3 ആൾ കൊണ്ടുപോകുക. സുഖമല്ലേ? അവർക്ക് കുറേ കാലം കിട്ടിയ കുറേ കാലം ശമ്പളം കിട്ടും, അല്ലെങ്കിൽ പുറത്ത് പോയിരിക്കണ്ടേ? റിട്ടയർ ചെയ്തവരല്ലോ. അപ്പോൾ അതൊരു സുഖമായിട്ട് കൊണ്ടുനടക്കാം. അപ്പോൾ അത് നമ്മൾ കോർട്ടിൽ പോയി അത് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഈ നെക്സ്റ്റ് നിയമസഭ ഇലക്ഷൻ ഏകദേശം മാസങ്ങൾക്കുള്ളിൽ വരികയാണ്. ഏപ്രിൽ മാസത്തോടുകൂടിയോ മെയ് മാസത്തോടുകൂടിയോ ചോദിച്ച ചോദ്യം നല്ല ചോദ്യമാണ്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ലാസ്റ്റ് ചാൻസ് അല്ലേ, അവസാനത്തെ ബസ്സല്ലേ, കയറുന്നില്ലെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. രണ്ടും ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഞാനൊരു കമ്മിറ്റ്മെൻറ്റ് ജനങ്ങൾക്ക് കൊടുത്തേക്കല്ലേ, 5 കൊല്ലത്തെ ഒരു ഭരണം ഏറ്റെടുത്തിട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ, അതെങ്ങനെയാണ് നോക്കാം. പാർട്ടി എന്താ പറഞ്ഞത്? അല്ല, 2 കൊല്ലം ഇപ്പോൾ കയ്യിൽ നിന്ന് പോയില്ലോ, 2 ടേം. ഇനി നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. അല്ല, അത് യാതൊരു സംശയമില്ല. ഈ നിയോജകമണ്ഡലം UDF ജയിക്കുന്നുള്ള സംശയമില്ല. പക്ഷെ അതിപ്പോൾ ഈ ഘടകകക്ഷി കൊടുത്തിട്ട് ജയിക്കുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അറിയില്ല. സംസ്ഥാന തലത്തിലുള്ള തീരുമാനമാണ് അത്. അല്ല, അവർ ലീഡർഷിപ്പിൽ മുന്നണി സംവിധാനമല്ലേ, ഒരു കോൺഗ്രസ് തന്നെയല്ലല്ലോ. ഒരു മുന്നണി സംവിധാനത്തിൽ ബാക്കിയുള്ളവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് നല്ലതിപ്പോൾ ഉണ്ണിയാണ്ടെ സംബന്ധിച്ച് വേറെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസി ചോദിച്ചു മേടിക്കുക നല്ലത്. 2 കോൺസ്റ്റിറ്റ്യുവൻസി വേണമെങ്കിൽ അവർക്ക് പഴയ അനുഭവം വെച്ചെടുക്കാം. ഒന്നിന് പുതുക്കാട് എടുക്കാം. PM മാത്യു മത്സരിച്ചതാണ്. അതല്ലേ പണ്ട് മോഹൻദാസ് വടക്കാഞ്ചേരി മത്സരിച്ചിട്ടുണ്ട്. അന്ന് പാർലമെൻറ്റ് കഴിഞ്ഞപ്പോൾ വടക്കാഞ്ചേരി സീറ്റ് കൊടുത്തിട്ടുണ്ട് ജോസഫ് ഗ്രൂപ്പിൽ. അത് വേണമെങ്കിൽ ഏറ്റെടുക്കാം. ഈ തൃശ്ശൂർ ജില്ലയുടെ പുറത്തവർക്ക് വേറെ സീറ്റ് കിട്ടാൻ സ്കോപ്പില്ല. ഇപ്പോൾ അവരിപ്പോൾ കുട്ടനാടുന്നതിലും അവിടെ നിന്ന് ഒഴിവാക്കേണ്ട, എല്ലാവരും ഒഴിവാക്കാനായിട്ടുള്ള തീരുമാനം വരുമ്പോൾ അവർക്ക് ലീഡർഷിപ്പിൽ ആളില്ല, മത്സരിക്കാൻ ആൾ വേണ്ടേ. ഇപ്പോൾ CV കുര്യാക്കോസിനെ മത്സരിപ്പിച്ച് എങ്ങനെ ഉണ്ടാവും? എനിക്ക് കുര്യാക്കോസിനോട് ഒരു സ്നേഹക്കുറവില്ല കേട്ടാ. നമ്മളൊരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരാളെ അവിടെ ജില്ലാ പഞ്ചായത്ത് വരെ മത്സരിക്കാനുള്ള അവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കില്ലേ, എന്താണെന്ന് ചോദിക്കില്ലേ, നമ്മളോട് ചോദിക്കില്ലേ. ഇപ്പോൾ കോൺഗ്രസിന് തന്നെ പ്രശ്നമുണ്ടല്ലോ, 13 സീറ്റിലേക്ക് ആളെ കണ്ടെത്താണ് ഇവിടെ നിന്ന്.
ഈ മത്സരിക്കാൻ അല്ല, ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സൺസ് കുറവാണ് വളരെ. ആൾക്കാർ അതിനിടയ്ക്ക് പഴയ പടക്കുതിരികളൊക്കെ തിരിച്ച് തൃശ്ശൂർ ജില്ലയിലേക്ക് വരും. ഞാനിപ്പോൾ നാട് മണലൂര് VM സുധീരൻ മത്സരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുള്ള കാരണം കൊണ്ട് എത്ര വാർത്ത വേണമെങ്കിൽ വരെ എളുപ്പമുണ്ടല്ലോ. കുറേ ഓൺലൈൻ ചാനലുകളും വന്നിട്ടുണ്ടല്ലോ. വാർത്തയ്ക്ക് വളരെ എളുപ്പമാണ്. ഏക്കാനി പറഞ്ഞു, മറ്റോ പറഞ്ഞു വാർത്ത കൊടുപ്പിക്കാൻ വളരെ എളുപ്പം. എൻ്റെ പേര് വേണമെങ്കിൽ 4 ആളെ കൊണ്ട് കൊടുപ്പിക്കാം. വലിയ ചിലവില്ലാണ്ട് അത് വളരെ എളുപ്പമാണ്. അല്ല, ഇപ്പം ജാക്സേട്ടൻ്റെ ഒരു കാലഘട്ടം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു തലമുറ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആരും നമുക്ക് അങ്ങനെ ലീഡർഷിപ്പിൽ എടുത്ത് പറയത്തക്ക വരുന്നില്ല എന്ന് അത് പറഞ്ഞത് വരുന്നില്ല. ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സൺസ് അല്ല, ഞാൻ നമ്മുടെ മറ്റുള്ള പാർട്ടികളിലില്ലോ അല്ലേ? അത് ശരിയാണ്. എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് അതല്ലേ. മറ്റവർക്ക് 2 ആളെ കൊണ്ട് അങ്ങനെ ഒരാളെ പറഞ്ഞ് ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റണില്ല. ഇവർ പെട്ടെന്ന് എൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് വന്നപ്പോൾ പകച്ചു പോയി 2 കൂട്ടരും. എങ്ങനെയാണ് കൗണ്ടർ ചെയ്യേണ്ടതെന്ന് 2 ആൾക്കും പിടുത്തലുണ്ടായി. 10 സമ്മേളനത്തിൽ പറഞ്ഞു, അവൻ പറഞ്ഞു 30 സീറ്റ്, മറ്റേ 30 പറഞ്ഞു. ഞാൻ തുടക്കം മുതൽ 20 മറ്റേ ട്രൂത്തേഡ് പറഞ്ഞിട്ട് നിൽക്കണേ. എനിക്കൊരു മാറ്റമില്ല. ഞാൻ കൃത്യം കണക്ക് വെച്ചിട്ടാ എൻ്റെ 4 വാർഡ് പോയതാ. ചാർലിയുടെ വാർഡ് ഒരിക്കലും തുറക്കാൻ പാടില്ലാത്ത വാർഡാണ്. അതിന് കുറച്ച് ശ്രദ്ധ കുറവ്. ചാർലിക്ക് സീറ്റില്ലാണ്ട് വന്നപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിൽ നിന്ന് കുറച്ച് ദിവസം അങ്ങനെ പോയി. അതിൻ്റെ കണ്ടിന്യൂഷൻ അത് ആ വാർഡ് പോയത്. അവർ ഈ സോണിയയുടെ വാർഡ് ഒരിക്കലും തുറക്കാൻ പാടില്ലാത്തതാണ്. ആ പ്രസാദ് തന്നെ ജയിക്കുന്ന സ്വപ്നം കണ്ടിട്ടില്ലേ? വിനോദ് ജയിക്കുന്നവർ പിന്നെയും. പ്രസാദ് ജയിച്ചപ്പോൾ അവൻ തന്നെ പതിച്ചു. ഇതെങ്കിലും ഞാൻ ജയിച്ചെന്ന് അവൻ ചോദിക്കുന്നത്. അങ്ങനെ അവൻ നിൽക്കണേ. അതുപോലെ ആ വാർഡ് ഒരു ബാസി തോൽക്കാൻ പാടില്ലാത്ത വാർഡാണ്. 200 വോട്ട് അഖില് റിബല് പിടിച്ച കാലത്ത് ബഷീർ ഇങ്ങനെ കാണിച്ചിട്ട് ജയിച്ചിട്ടുള്ളവനാ 150 വോട്ടിന്. വാഹിദ് ഇസ്മായിൽ ജയിച്ച വേണ്ട. ഇവനവിടെ പോയിട്ട് ഞാൻ ടൗണിലാണ് എന്താവശ്യം വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ലോക്കൽ ആളുണ്ടെന്ന് പറഞ്ഞു അവർ. ഈ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന ഒരു ഇത് വേണ്ടേ? ഞാൻ ടൗണിലുണ്ട് കേട്ടോ, തൊട്ട് അപ്പുറത്തെ. അപ്പോൾ അവിടെ നിൽക്കണവരുത്തെ അവിടുത്തെ അവിടെ ആളുണ്ടെന്ന് പറഞ്ഞവർ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് നഗരസഭയിലെ ആദ്യം ചെയർമാൻ ആയ സമയത്തും പിന്നീട് ചെയർമാനായപ്പോഴും പ്രതിപക്ഷ നേതാക്കളെ പോലും ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒന്ന് തോളിൽ കയറ്റി പോകുന്ന ഇതിൽ മാഷ അവിടെ ഇരിക്കും, രാധാകൃഷ്ണ മാഷ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ അവിടെ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ പ്രൊഫസർ റോസ് വില്യംസ് ആണെങ്കിലും ഒക്കെ വളരെ ഹൃദയ ഐക്യം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു, ബന്ധങ്ങളുണ്ടായിരുന്നു. അല്ല, അത് ഈ പുതിയ ഇതായിട്ട് എങ്ങനെയായിരിക്കും? പുതിയതിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ശിവകുമാരൻ്റെ കൂടെ ഇല്ലായിരുന്നാണ്. അപ്പം എൻ്റെ കൂടെ ബാക്കിയുള്ളവരാരും ഇല്ലാത്തവരാ. എൻ്റെ കൂടെ കൗൺസിലിൽ ഇല്ലാത്തവരാണ് ബാക്കി എല്ലാ കൗൺസിലർമാരും. ശിവകുമാർ മാത്രമാണ് പഴയ ആൾ. എൻ്റെ കൂടെയുള്ളവരും മറ്റു ഭാഗത്തുള്ളവരും ഒരേപോലത്തെ ആൾക്കാരാണ്. പക്ഷേ ഒരു ക്വാളിറ്റി കുറവുള്ള ആൾക്കാരെ എനിക്ക് തോന്നിയിട്ടില്ല. ഷിബിനൊക്കെ ഒരു ആവേശം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ തന്നെ താൻ ഇത് കെടില്ലോ. ഈ 2 കൈയടിക്കുമ്പോൾ സ്വരം ഉണ്ടാവുള്ളൂ. നമ്മൾ കൈയടിക്കാൻ പോകണില്ലല്ലോ. നമ്മളിവരെ കയ്യടി കണ്ടിട്ട് അതിൽ വേറെ അഭിപ്രായം പറഞ്ഞ് നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കയ്യടിയില്ല അവിടെ. പണ്ട് ഇവരുണ്ടായിരുന്ന കുഴപ്പം ഇവരാവശ്യമില്ലാണ്ട് തർക്കിക്കല്ലേ. ഇവർ തർക്കിച്ച് ആകെ കുഴപ്പമുണ്ടാക്കി. ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. ഇവരുടെ വാർഡിലെ പണി നടക്കാൻ വേണ്ടി മറ്റവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ പോലായിരുന്നു നമ്മൾ പട്ടണത്തിൻ്റെ പൊതു താല്പര്യം. അതിന് ഞാൻ പറഞ്ഞു ഇവരോട് നമുക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാമെന്ന് പറയണേ. 43 വാർഡിൻ്റെ കാര്യം കൺസിഡർ ചെയ്ത് നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം. ഈ രാധാകൃഷ്ണ മാഷും ഈ CK ചന്ദ്രനൊക്കെ ഞാനായിട്ട് അടുപ്പുള്ളതുകൊണ്ട് വലിയ ആരോപണം കേട്ടിട്ടുള്ളവരാ. അതെ, രാധാകൃഷ്ണ മാഷക്ക് കുറേ ആരോപണം ഇവർ പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ടുള്ള ബന്ധം പറഞ്ഞിട്ട് ഈ ചന്ദ്രന് ഞാനാണ് ഇൻഷുറൻസ് ചേർത്തതെന്ന് പറഞ്ഞിട്ട് വലിയ ആരോപണം പറഞ്ഞിട്ട് ചന്ദ്രനെതിരെ ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. അന്ന് ടൗൺ ബാങ്കിൽ എല്ലാവരുടെയും ഇൻഷുറൻസ് പുള്ളിക്കായിരുന്നു. അങ്ങനെയാണ് പുള്ളി കോടിപതിയായെന്ന് വരെ അത് അന്ന് ആരോപണം ഉണ്ടായിരുന്നു എനിക്കെതിരെ. ഞാൻ അവരായിട്ട് നല്ല ബന്ധത്തിൽ പോയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് യൂണിയനിൻ്റെ അവൻ പ്രസിഡൻ്റായിട്ടുള്ള യൂണിയനിൽ ഞാൻ എൻ്റെ KPL ഉണ്ടായിരുന്നു. KLF ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂണിയൻ ഉണ്ടായിരുന്നു, അവൻ്റെ യൂണിയൻ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും ഒരുമിച്ചിട്ടുണ്ട്. എതിരിരുന്ന് സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഞാൻ ചേംബറിൻ്റെ പ്രസിഡൻ്റാണ്, ഞാൻ യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ എതിരെ സംസാരിക്കാനുണ്ട്. ഇപ്പോഴും മനോജ് ഉണ്ടല്ലോ. അപ്പോൾ മനോജ് യൂണിയൻ അവിടെ വരുമ്പോൾ എതിരെ സംസാരിക്കും. ഞാനും മനോജ് ഒരുമിച്ച് പോയി മാനേജ്മെൻറ്റ് എതിരെ സംസാരിക്കും. അപ്പോൾ കേസിൽ വരുമ്പോൾ മനോജ് എതിരെ പറയും. അപ്പോൾ അതുകൊണ്ട് സൗഹാർദ്ദത്തിനൊരു കുറവില്ലല്ലോ. നമ്മൾ രണ്ടുകൂട്ടരും നമ്മുടെ റിയലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും ആ പ്രതിസന്ധിയിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ജാക്സേട്ടൻ ഉയർന്നു പോവുകയും ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എനിക്ക് തോന്നണേ തെരഞ്ഞെടുപ്പിൻ്റെ കൺവീനർ ജാക്സേട്ടനായിരുന്നില്ല, മാറി കൊടുങ്ങല്ലൂർ സ്ഥാനാർത്ഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വീണ്ടും അത് ഏറ്റെടുക്കുമോ, എങ്ങനെയായിരിക്കും തിരിച്ചു പിടിക്കാനുള്ള? അതൊക്കെ വളരെ ആലോചനകൾ വേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനമുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിന് ആളോട് സമാനം പറയണ്ടേ. അപ്പോൾ ആളുകളോട് സമാനം പറയണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ന്യായീകരണം ഞാൻ പറയേണ്ടി വരും. ഞാൻ മത്സരിക്കാൻ പോകണമെങ്കിൽ ആളുകൾ മത്സരിക്കുന്നില്ലെങ്കിൽ മത്സരിക്കാൻ പോകണമെങ്കിൽ ആളുകളോട് പറയേണ്ടി വരും. എന്തുകൊണ്ട് മത്സരിക്കുന്നത്? എൻ്റെ ലാസ്റ്റ് ചാൻസാണ്, ഞാൻ മത്സരിക്കട്ടെ. നിങ്ങൾക്കൊരു വീഴ്ച വരാതെ ഇവിടെ മാനേജ് ചെയ്യാനായിട്ട് ഞാൻ MLA ആവണമെങ്കിൽ അല്ലേ രാജിവെക്കുന്നുണ്ടോ? ഞാൻ MLA ആയിട്ട് വരണമെങ്കിൽ ഞാനത് നോക്കിക്കോളാം. നിങ്ങളുടെ കാര്യം, ഈ പട്ടണത്തിൻ്റെ കാര്യം കൂടി നോക്കിക്കോളാം എന്നൊരു അഷുറൻസ് കൊടുക്കാൻ പറ്റുമോ
എന്ന് നമ്മുടെ നേതാക്കന്മാർ പറയണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉവ്വ. അതല്ല, ഞാൻ പബ്ലിക്കിന് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ 5 കൊല്ലം ഞാൻ കമ്മിറ്റ്മെൻറ്റ് അവർ കൊടുത്തിട്ടാണ് എന്നെ ഒരു ഉവ്വ, തീർച്ചയായിട്ടും എന്നെ അവർക്ക് വലിയ പ്രതീക്ഷ അത് പ്രതീക്ഷയുണ്ട്. അതാണ് നിർവഹിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു MLA സ്ഥാനത്തിനേക്കാളും നല്ലത് ചെയർമാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് അതിലൊരു കുറവൊന്നും തോന്നിയിട്ടില്ല. ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ടൗൺ അല്ലേ, അതെ അതെ, ചെറിയ കാര്യമല്ലല്ലോ. ഫസ്റ്റ് പേഴ്സൺ. അതിലൊന്നും മോശമുള്ള പദവിയൊന്നും വിശ്വാസം എനിക്കില്ല. രണ്ടിനും സർവീസ് കൊടുക്കാനായിട്ട് പറ്റുന്ന. അപ്പോൾ എന്തായാലും തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അതൊന്നും സംശയമില്ല. അതിപ്പോൾ ഈ 79 സീറ്റിൽ പെട്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള 79 സീറ്റിൽ ലീഡറിൽ ഇനി അവിടെ പെട്ടിട്ടില്ല. 4000-5000 വോട്ടിൻ്റെ 6030 സംശയം കുറവുണ്ട്. അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സ്വതന്ത്രന്മാർ കുറച്ച് 1000 വോട്ടിൻ്റെ വ്യത്യാസം. 4000 വരുന്ന കൂട്ടിയോ. അതിൽ വരുമ്പോൾ ആ കുറവുണ്ട്. ആ കുറവ് മറികടക്കാനായിട്ട് വലിയ വിഷമമില്ല. നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനിൽ നോക്കണ്ട, 3-4 സ്ഥാനാർത്ഥികൾ നിൽക്കല്ലേ, അവിടെ വോട്ട് ഡിവിഷൻ വരും. അത് ശരി. ഇതുണ്ടാവില്ലല്ലോ. ഇതുപോലെ അവിടെ കുറച്ച് പേഴ്സണൽ വോട്ടുകൾ പേഴ്സണൽ വോട്ട് വരുമ്പോൾ അതിൽ ലാസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഈ കാർലോം വടിയൂര് പോലെ 2 പഞ്ചായത്തും കൂടി ശ്രദ്ധിച്ചാൽ മറ്റുള്ളവർക്ക് തന്നെത്താൻ വോട്ട് വരും. ഇത് പൂമംഗലത്ത് തന്നെത്താൻ വോട്ട് അത്രമാത്രം മൈനസ് പോയി. സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള വികാരമുണ്ട്. വേളുക്കര കുറച്ചും കൂടി നന്നായിട്ട് വരും. മുരിയാട് കുറച്ചും കൂടി നന്നായി വരുന്ന സ്ഥലമാണ്. ആളൂർ കുറച്ചും കൂടി മെച്ചപ്പെടാവുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ദോഷം ഇരിഞ്ഞാലക്കുടയിൽ ഇതിൻ്റെ മെച്ചം കിട്ടില്ലോ. അപ്പോൾ 24 വാർഡിൽ പ്രവർത്തിക്കാൻ ആളായില്ലോ. മറ്റേ ഇല്ലാത്തൊരു സ്ഥിതി വരില്ലോ. അപ്പോൾ അതിനനുസരിച്ച് മെച്ചം കിട്ടും, നന്നായി പോകും. അപ്പോൾ അടുത്ത 5 വർഷം ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച്, അതെ, നാട്ടിലെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും ഒരു സദ്ഭരണം. ആ സദ്ഭരണത്തിൻ്റെ ഒരു ഗുണം അഴിമതിയില്ലാതെ സുതാര്യമായിട്ടുള്ള ഭരണമായിരിക്കും. അത് ഞാൻ ഉറപ്പ് പറയാം. ഇവിടുത്തെ ഒരു പബ്ലിക്കിനും ഞങ്ങളുടെ ഭരണത്തെ ഓർത്ത് തല കുനിക്കേണ്ടി വരില്ല ആരുടെ മുമ്പിൽ. അപ്പോൾ ഈ നവതി ആഘോഷിക്കുന്ന നഗരസഭയ്ക്ക് ഒരു നവതി മോണുമെന്റ് ഉണ്ടാക്കാൻ പോലും സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് യു.